നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഥാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ പിതാവേ യേശുവേ, അവിടെ ഞങ്ങൾ മതത്തിലൂടെ അതിനോർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ് അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ നിങ്ങളുടെ മാർഗം ചേർക്കാനായിട്ട് കർത്താവെ ഞങ്ങൾ അവിടുത്തെ പാദത്തിലേക്ക് വന്നിരിക്കുന്നു. അവിടുത്തെ മാർഗോട് ചാരിയിരുന്ന് കർത്താവയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ ആ ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നാൽ ആശ്വസിപ്പിച്ചായിട്ട് ബലപ്പെടുത്തിയാൽ ഞങ്ങളുടെ പുറകെ അവിടുന്ന് വളരണമല്ല യേശു കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ. 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 നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ വാക്യം ഏതാന്ന് മിക്കവർക്കും അറിയാം. സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറയുക. എനിക്ക് നിങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പോവുക. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റ്. നമ്മൾ ഈ ലോകം ഒത്തിരി റെസ്റ്റ്ലെസ് ആണ്. ലോകത്തിലെ വലിയ അസ്വസ്ഥതയാണ്. ചില വെക്കേഷനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അപ്പൂപ്പൻ അമ്മമ്മയും അച്ഛനും അമ്മയൊക്കെ പറയും, സ്വസ്ഥത ചെവിക്കലിന്റെ തൊട്ട് നിന്ന് ഒരു സ്വസ്ഥത വരുന്നില്ല, ധൈര്യമില്ലല്ലോ എന്നൊക്കെ. ഓക്കെ. അപ്പൊ ആ ഒരു സ്വസ്ഥത നമ്മളെ എബ്രായർ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. ഒരു ഹെൽത്തി ഫിയർ, ഒരു ആരോഗ്യകരമായൊരു ഭയം. കർത്താവ് നമുക്കായിട്ട് ഒരു കാര്യം വാഗ്ദത്തം ചെയ്ത് പ്രോമിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് കിട്ടാതെ പോവുകയാണെങ്കിൽ അത് എത്ര വലിയൊരു നിരാശാജനകമായ ഒരു കാര്യമാണ്. അതായത് ഇപ്പോ പേരൻസ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവര് വന്നത് തന്നെ എടുക്കുന്നില്ല. അവര് പറയുമോ, എനിക്ക് പപ്പ പറ്റിക്കാൻ പറയുമായിരിക്കും, അച്ഛൻ അമ്മ പറ്റിക്കാൻ പറയുമായിരിക്കും, അത് വെറുതെ ഗിഫ്റ്റ് ഒന്നുമല്ല, ചുമ്മാ എന്നെ കളിപ്പിക്കാനാന്ന് പറഞ്ഞ് ഏപ്രിൽ ഫൂൾ, എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏപ്രിൽ ഫൂളാന്ന് വിചാരിച്ച് അവരെ പറ്റിക്കാൻ പറയുക. എന്നിട്ട് വിചാരിച്ച് നമുക്ക് വിശ്വാസങ്ങൾക്ക് ഏപ്രിൽ ഫൂളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ എന്നാൽ ദൈവത്തിന്റെ വാക്കുകളും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും വിശ്വസിക്കാത്ത ഒരു ഇസ്രായേൽ ജനത്തെ കുറിച്ച് അതിന്റെ മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എബ്രായർ 3-ാം അധ്യായത്തില് അവർക്ക് കനാൻ ദേശം ഒരു സ്വസ്ഥതയുടെ ദേശമായിരുന്നു എന്ന് അതിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവർക്കൊരു സമർപ്പണമോ വിശ്വാസമോ ഒന്നുമില്ലായിരുന്നു. യോശുവയ്ക്കും കാലേബിനും രണ്ടുപേർക്ക് മാത്രമേ ആ ഒരു സമർപ്പണ വിശ്വാസം ആ തലമുറയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീടുള്ള തലമുറയായിട്ടാണ് പിന്നീട് ആ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാരില് യോശുവയ്ക്കും കാലേബിനും മാത്രമേ സ്വസ്ഥതയാകുന്ന കാനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. അപ്പൊ നമ്മൾ ആ 3-ാം അധ്യായത്തില് വായിക്കുന്ന അതായത് പുതിയ നിയമത്തില് ഈ ഇസ്രായേൽ മക്കളുടെ കാനാൻ ദേശത്തേക്കുള്ള പ്രയാണത്തെക്കുറിച്ച് പറയുന്ന ഒരു പോർഷൻ ഈ എബ്രായർ 3-ാം അധ്യായം. പിന്നെ 1 Corinthians 10 നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിലേക്കൊന്നും പോകാനില്ല. 1 Corinthians 10 ആ ഒരു അവരുടെ എക്സാമ്പിളിൽ നിന്ന്, അവരുടെ ഉദാഹരണത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് എടുക്കാൻ വേണ്ടി അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയും ആ ഒരു കാര്യം, അതായത് ദൈവം അരുളി ചെയ്തു, അത് കഴിഞ്ഞിട്ടും അവരെ ഹൃദയം കഠിനപ്പെടുത്തി. അതാണ് നമ്മള് അതിന്റെ 3-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ, ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളെ ഞാൻ ഈ കനാന്യ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു വാഗ്ദത്തം ഉണ്ട്. എന്നാൽ അവര് അത് വിശ്വസിക്കാതെ തങ്ങളെ തന്നെ കഠിനപ്പെടുത്തി. അപ്പോൾ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം, ദൈവത്തിന്റെ ഒരു പ്രോമിസിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താ? സ്വസ്ഥതയിൽ പ്രവേശിക്കുക, എൻട്രിങ് ടു ഹിസ് ട്രസ്റ്റ്. ഒരു വൺസ് ഫോർ ഒരു കാര്യമല്ല, മറിച്ച് നിരന്തരമായിട്ട് നമ്മൾ ആ സ്വസ്ഥതയിൽ, ഒരിക്കലും നമ്മള് ഒരു സ്വസ്ഥത അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ആ സ്വസ്ഥതയിൽ വിട്ടുമാറി പോകത്തില്ല എന്ന് നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അതുപോലുള്ളൊരു ജഡമാണ് നമുക്കുള്ളത്. നമ്മള് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം സ്വസ്ഥമായിട്ടിരിക്കും, നമ്മളുടെ മനസ്സിലൊരു പേടിയില്ല, ആകുല ചിന്തകളില്ല, മനസ്സ് വളരെ റെസ്റ്റ്ഫുൾ, കാമായിട്ട് ഒരു സ്വസ്ഥതയോടെ, ആശ്വാസത്തോടെ, വലിയൊരു സമാധാനത്തോടെ, ഒരു പളുങ്ക് കടൽ, സീ ഓഫ് ഗ്ലാസ് എന്ന് നമ്മൾ
പളുങ്ക് കടലിനെ കുറിച്ച് വെളിപാട് പുസ്തകം 15:2 വെളിപാട് 15:2 അവിടെ ഒരു സീ ഓഫ് ഗ്ലാസ്സിൽ നിന്നുകൊണ്ടാണ് പളുങ്ക് കടലിന്റെ അരികെ നിന്നാണ് അവിടെ തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പളുങ്ക് കടലിന്റെ മീതെ നിന്നുകൊണ്ടാണ് ജയാളികൾ വീണം മീട്ടുന്നതായിട്ടൊക്കെ നമ്മൾ അവിടെ വെളിപാട് 15:2 ആ വാക്യമുണ്ട്. പിന്നെയും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വെളിപാട് 15:2 നമ്മൾ പെട്ടെന്ന് എടുത്തു നോക്കി. അവിടെ ഞാൻ ആ വാക്യൊന്നും വായിക്കുന്നില്ല. തീ കലർന്ന് പളുങ്ക് കടൽ പോലെ ഒന്നും എന്ന് വായിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് വെളിപാട് 15:2 പളുങ്ക് കടലിന് അരികെ എന്നുള്ളത് തെറ്റായ ട്രാൻസ്ലേഷനാ. എപ്പി എപ്പി എന്ന് പറഞ്ഞാല് അപ്പോൺ എന്നുള്ള വാക്കാ ഗ്രീക്ക്. അപ്പോൺ പളുങ്ക് കടലിന്റെ മീതെ നിൽക്കുന്നതും പളുങ്ക് കടലിന്റെ പളുങ്ക് കടലിന്റെ മുകളിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സത്യവേദ പരിഭാഷപ്പെടുത്തിയവർക്ക് അതെ ഇങ്ങനെ കടലിന്റെ മീതെ നിൽക്കുന്നതൊക്കെ എഴുതുന്നത്. അരികെ തന്നെ അവരുടെ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അവരങ്ങനെ എഴുതിയാണ്. പടങ്ങ് കടലിന്റെ മീതെയാ. ഇംഗ്ലീഷ് കറക്റ്റ് ആണ്. സ്റ്റാൻഡിങ് ഓൺ ദ സീ ഓഫ് ഗ്ലാസ് ഹോൾഡിംഗ് ഹാർട്ട് ഓഫ് ഗോഡ്. അതേ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പില് ഒരു പളുങ്ക് കടലാണ് എന്ന് നമ്മൾ വെളിപാട് 4-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് 4:6 റെവലേഷൻ 4:6 സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ബിഫോർ ദ ത്രോൺ ദേർ വാസ് സംതിങ് ലൈക്ക് എ സീ ഓഫ് ഗ്ലാസ് ലൈക്ക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാല് സാധാരണ ഒരു കടൽ എന്ന് പറയുമ്പോൾ നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ എന്താ ഇവിടെ അഴീക്കലിലെ ആരോഗ്യ സംവിധാനത്തിന്റെ ചുറ്റാൻ പിടിക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നു. അഴീക്കൽ ബീച്ചിലോട്ട് പോകുമ്പോൾ തിരമാലകളെ എപ്പോഴും ഇങ്ങനെ പറയും, ഇങ്ങനെ അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കിങ്ങനെ തിരമാലകളൊക്കെ. അപ്പൊ കടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത തിരമാലകളാ തിരമാലകൾ. എന്നാൽ ഇവിടെ ദൈവത്തിന് മുമ്പാകെയുള്ള കടലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സീ ഓഫ് ഗ്ലാസ്, ഒരു കണ്ണാടിക്കടൽ, പളുങ്ക് കടൽ എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് റിപ്പിൾസ് ഉണ്ട്. നമ്മുടെ പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ അത് വളരെ പ്ലെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശാന്ത സമുദ്രം മാതിരി, ഒരു റിപ്പിൾസ് ഒന്നും ഇല്ലാതെ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ആ ഒരു പളുങ്ക് കടലുള്ളൂ. അത് നമ്മളിപ്പം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പില് അത് കണ്ണാടിക്കടൽ, സംതിങ് ലൈക്ക് സീ ഓഫ് ഗ്ലാസ് എന്നുള്ള വായിക്കും. സീ ഓഫ് ഗ്ലാസ്, ആ സീ ഓഫ് ഗ്ലാസ് ആ സ്വസ്ഥതയെ കുറയ്ക്കുന്നത് ഈ കലർന്ന പളുങ്ക് കടല എന്നുവെച്ചാൽ ദൈവത്തിന്റെ ഒരു തീക്ഷ്ണതയും ഇവിടെ ഉണ്ട്. കൃപയും സത്യവും നിറഞ്ഞവനായ കർത്താവ് എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ തീക്ഷ്ണതയും കർക്കശയും എല്ലാം ഉണ്ട്. എന്നാൽ കർത്താവിന്റെ ആ ഒരു ശാന്തതയും സ്വസ്ഥതയൊക്കെ ഉണ്ട്. അതാ കർത്താവിന്റെ സന്നിധി തീ കലർന്ന മിക്സ് ഫയർ എന്ന് നമ്മൾ വെളിപാട് 15:2 വായിക്കുന്നു. ഇപ്പം നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് ഞാനിങ്ങനെ ഒരു കടൽ തീരത്ത് പോയിരുന്നു, ഇങ്ങനെ ധ്യാനിച്ചാൽ, അല്ലെങ്കിൽ അവിടെ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോയി കുറെ നേരം ഇരുന്നെങ്കിലും ധ്യാന നിബന്ധനായിരുന്ന നമുക്ക് സ്വസ്ഥത കിട്ടുമോ? അല്ലെങ്കിൽ ഹിമാലയ പർവ്വതത്തിൽ അവിടേക്കുമ്പോഴായിരിക്കും ഏറ്റവും അസ്വസ്ഥത. ഇതെല്ലാം കൂടെ വല്ല ലാൻഡ് സ്ലൈഡോ വരുന്നു, അല്ലെങ്കിൽ വേറെ നല്ല കാറ്റും മൃഗങ്ങൾ അങ്ങനെ വരുന്നു എന്നുള്ള അസ്വസ്ഥമായിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. അല്ലാതെ ഇനിയിപ്പോ നമ്മളിപ്പം ബഹിരാകാശത്ത് പോയാലും ഒന്നും പറ്റത്തില്ല. എന്നാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവിടെ നമ്മളവിടെ എവിടെ ഈ സ്വസ്ഥത ഉള്ളതെന്ന് ചോദിച്ചാൽ അത് ആ പളുങ്ക് കടൽ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സന്നിധിയില്ല. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംഘടന തന്നെ നമുക്ക് കേട്ടിട്ടുണ്ട്. യെശയ്യാവ് 57:20 വാക്യം. യെശയ്യാവ് 57 അധ്യായത്തില് അവിടെ വേറൊരു കടലിനെ കുറിച്ച് പറയുന്നുണ്ട്. പളുങ്ക് കടൽ സീ ഓഫ് ഗ്ലാസ്, ഒരു റിപ്പിൾസും വേവ്സും ഇല്ലാതെ. എന്നാൽ നമ്മളുടെ മനസ്സ് ദുഷ്ടത നിറഞ്ഞാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജഡമാണ് നമ്മളിൽ മേൽക്കോയ്മ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ യെശയ്യാവ് 57 അധ്യായത്തിന്റെ യെശയ്യാ ചാപ്റ്റർ 57:20 അവിടെ ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല, അതിൽ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു, സേസ് മൈ ഗോഡ് എന്ന് യെശയ്യാവ് പറയുക. അപ്പൊ ആ ഒരു നമ്മളുടെ സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടമാവുമ്പോൾ എന്തോ നമ്മുടെ ജഡത്തിന്റെ ഒരു ദുഷ്ടത, നമ്മളുടെ ഒരു സ്വയസ്നേഹം, നമ്മളുടെ ഒരു കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്ന പോലെ യോഹന്നാൻ 2:16 കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് മണി, ഓണർ, പ്ലഷേഴ്സ്, ലോകത്തിൻ്റെതായ സുഖങ്ങളും പണവും നമ്മളുടെ ജീവനത്തിന്റെ പ്രതാപം, നമ്മളുടെ മനുഷ്യമാനം തേടുന്ന ഒരു അവസ്ഥയോ അങ്ങനെ എന്തോ ചില കാര്യങ്ങള് നമ്മളുടെ ഒരു സിംഹാസനത്തിലേക്ക് വന്നു കയറുന്നു. നമ്മളെ ആ ജഡത്തിൻ്റെതായിട്ടുള്ള എന്തോ ഒരു ദുഷ്ടത വന്ന് വരുന്നതുകൊണ്ടാണ് നമ്മളിലെ പല കാര്യങ്ങളും ഇക്കാര്യം എന്താ അങ്ങനെ നടന്ന് അവരെന്താ എന്നോട് ഇങ്ങനെ സംസാരിച്ച്, അല്ലെങ്കിൽ നാളെ എന്താവും,
ബാക്കി പല കാര്യങ്ങളെ കുറിച്ചൊരു ആകുല ചിന്തകളും നമ്മളുടെ മനസ്സിലോ ഹൃദയത്തിലോ ഒരു അസ്വസ്ഥത. അത് ഇങ്ങനെ ചേറും ചെളിയും ഒക്കെ അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളും. ഒരു അസ്വസ്ഥമായിട്ട് പരദൂഷണം പറയുന്നു, അവരെ കുറിച്ച് കുറ്റം പറയുന്നു, ഇവരെ കുറിച്ച് കുറ്റം പറയുന്നു, നമ്മള് പല ദേഷ്യപ്പെട്ട വാക്കുകൾ പറയുന്നു, മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുന്ന വാക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തികളിലൂടെ സ്വസ്ഥതയില്ല. ആ ഒരു ചിലരെ കാണുമ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥമായിട്ട് അസ്വസ്ഥ ഹൃദയത്തോടെ അങ്ങനെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു ഭൂതത്തെ പുറത്താക്കിയ ഒരു സഹോദരി, ഞാനത് ഇതിനുമ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാട്ടിന്ന് പല വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഞാനിപ്പോ കരുനാഗപ്പള്ളിയിലോട്ട് കരുനാഗപ്പള്ളിയിലോട്ട് വന്നതിന് ശേഷമുള്ള അപ്പം അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുന്നതിനൊക്കെ പിന്നെ അസ്വസ്ഥമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മരിക്കണം എന്നുള്ള ചിന്തയും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്നെടുക്കാൻ വേണ്ടി അങ്ങോട്ട് കബോർഡിലോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും ഈ സഹോദരി പെട്ടെന്ന് എന്തൊക്കെയോ ഏതാണ്ട് ഭാഷകളൊക്കെ പറഞ്ഞ് അന്യഭാഷ അതുപോലത്തെ ഉള്ള ഏതാണ്ടൊക്കെ വേറെ ഏതൊക്കെയോ ഭാഷയിൽ ഏതാണ്ട് ദേഷ്യത്തിലുള്ളതൊക്കെ പറഞ്ഞ് ആ ടേബിളൊക്കെ പിടിച്ച് ഇങ്ങനെ പൊക്കി. അതാണ് നമ്മൾ ജനിച്ച് കുറച്ച് പോലെ ഇട്ട് പൊക്കിയാലും അത് പൊങ്ങത്തില്ല. എന്നാൽ ആ ലേഡി ഒറ്റയ്ക്ക് ഒരു വിരൽ കൊണ്ടാണോ അപ്പൊ ഒരു കൈ കൊണ്ടാണ് എന്തായാലും ടേബിൾ ഇങ്ങനെ പൊക്കി ഇങ്ങനെ താഴെ വെച്ച് ഞാൻ യേശുവിനെ നാമത്തിൽ വിട്ടുപോകാന്ന് പറഞ്ഞു. അവര് പെട്ടെന്ന് കത്തിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങളെല്ലാം ഓർമ്മയില്ല. ഈ ഡോക്ടറെ ഞാൻ ഡോക്ടറെ ചീത്ത കൊടുത്ത് നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാൻ കാര്യമില്ല, അതിന് ഭൂതാത്മാവാദത്തും വിട്ടുപോയി സമാധാനം. എനിക്ക് പിന്നെ ഞാൻ മരുന്നൊക്കെ മനസ്സിന് ഫ്രീ ആണെങ്കിൽ മരുന്നൊക്കെ കൊടുത്ത് വിട്ടു. പിന്നെ ഒരിക്കലും ഒരു റിവ്യൂന്ന് വന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് യേശു ആണ് സൗഖ്യമാക്കിയത്. ക്രൈസ്തവ കുടുംബത്തിൽ നിന്നല്ലാത്തൊരു ക്രൈസ്തവമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പൊ അവരുടെ പരിമിതിയിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അറിയത്തില്ല പിന്നെ എപ്പോഴാണ് എന്റെ അവസ്ഥ എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ഭൂതാത്മാക്കളുടെ പിശാചാണ് ഇപ്പോഴും അസ്വസ്ഥതയുടെ ആത്മാവ്. അപ്പൊ നമ്മളെ ദേഷ്യവും ആകുലചിന്തകളും ഞാൻ പറയാൻ കാരണം ചെയ്ത് ഒന്ന് അമ്പട ഞാനയാണെങ്കിൽ ഒന്ന് അയ്യോഭാവം ഞാനയാ. നമ്മുടെ സ്വയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാ. ഒന്ന് ദേഷ്യമായിട്ട്, അപ്പൊ നമ്മൾ ചിലർക്ക് അവര് ഭയങ്കര ദേഷ്യക്കാരനാ, ഭയങ്കര മുൻചുണ്ടി, ഭയങ്കര ദേഷ്യം. ചിലരാണെങ്കിൽ ദേഷ്യമൊന്നും കാണത്തില്ല, അത്ര ശാന്ത സ്വഭാവമായിട്ടുള്ള സഹോദരൻ സഹോദരി, പക്ഷെ അവരങ്ങ് വലിയ സ്വയസഹതാപമായിരിക്കും. അയ്യോ എനിക്ക് ഒന്നും പറ്റത്തില്ല, അയ്യോ ദൈവനെ കൈവിട്ടു, അങ്ങ് ഭയങ്കര ആകുല ചിന്തകൾ, ഭയങ്കര വെപ്രാളം, ടെൻഷൻ. അതും ശരിക്കും പറഞ്ഞാൽ ഒരു അയ്യോഭാവം ഞാനേ, അതൊരു സെൽഫിന്റെ വേറൊരു വശമാണ്. അപ്പം ആ സെൽഫിന്റെ രണ്ടു വശങ്ങളുണ്ട് നമ്മുടെ സൈക്കിൾ. നമുക്ക് എക്സ്റ്റേണലി നിങ്ങൾ സൈക്കിയാട്രിയിൽ എക്സ്റ്റേണലൈസിങ് ബിഹേവിയറും ഇന്റേണലൈസിങ് ബിഹേവിയർ എന്ന് പറയും. എക്സ്റ്റേണലൈസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അപ്പൊ അവര് ജഡികരാന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് കണ്ട മനസ്സിലാവും. മറ്റേ ഇന്റേണലൈസിങ് ബിഹേവിയർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ശാന്തതയൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര പുറമേ വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ലായിരിക്കും, പക്ഷെ അങ്ങ് ഭയങ്കര വെപ്രാളവും ടെൻഷനും. അതും ഒരു സ്വയത്തിന്റെ തന്നെ ഒരു അതർ ഷെയ്ഡാണ്. അതായത് ആ ഒരു പുറമേ ഉള്ള ദേഷ്യം ആവട്ടെ, ആകുലചിന്തകളാവട്ടെ, അതെല്ലാം നമ്മുടെ ആ ഒരു ജീവനത്തിന്റെ പ്രതാപം, സെൽഫ് ഓണസ്റ്റി, അതിന്റെ ഒരു റിഫ്ലക്ഷൻ. അപ്പൊ അതിലൂടെ ആ ജീവനത്തിന്റെ പ്രതാപത്തിന്റെ അതിന്റെ ആ ലസ്റ്റിന്റെ ആ ഒരു മോഹത്തിന്റെ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ ആ കൺമോഹത്തിന്റെ അണ്ടങ്ങള് നമ്മുടെ ജഡത്തിലുണ്ട്, ഉണ്ട്, ജഡമോഹത്തിന്റെ ഉണ്ട്. ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാല് ഞാൻ അല്ലെങ്കിൽ അമ്പട ഞാൻ, അയ്യോ പാവം ഞാൻ, ഏതായാലും സെൽഫിറ്റി ആയാലും ഒരു ഭയങ്കര ഒരു ആരോഗൻസ്, ആങ്കർ ആയാലും അതിന്റെ ആ ഒരു അതിന്റെ അണ്ടങ്ങൾ നമ്മുടെ ജഡത്തിലുണ്ട്. അപ്പൊ അതിനെ സാത്താന്റെ തീയമ്പുകളാകുന്ന പല ആകുല ചിന്തകളാവട്ടെ, ദേഷ്യപ്പെടുന്ന ചിന്തകളാവട്ടെ, അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ ചെയ്യണം, അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ചിലരോട് നമുക്ക് അവരെന്നാലും അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതെല്ലാം ഈ ജീവനത്തിന്റെ പ്രതാപമാണ്. അതായത് നമ്മളെ സെൽഫ് ഓൺ ദ ട്രോൺ. അപ്പൊ ആ സാത്താന്റെ തീയമ്പൂന്ന് നമ്മള് എഫേസ്യർ 5:17 വാക്യം അല്ലെ, 17-16 എഫേസ്യർ 5-ാം നമ്മളിവിടെ യെശയ്യാ 57 ഞാൻ എഫേസ്യറിലോട്ട് വരിക. നമ്മൾ ഈ സ്വസ്ഥതയിലോട്ട് പ്രവേശിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ അസ്വസ്ഥതയുടെ കാര്യമാണ് പിശാച് കൊണ്ട് നടക്കുന്ന കാര്യം, അസ്വസ്ഥത. ഈ എഫേസ്യർ 6-ാം അതിന്റെ
എത്രാമത്തെ വാക്യം? 16-ാമത്തെ വാക്യം. എഫേസ്യർ 6:16, 6:16. അങ്ങനെ ഓർക്കുക അല്ലേ? അതാ മലയാളത്തിലും അത് തന്നെ. ദുഷ്ടന്റെ തീ അമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളുവാൻ. ഫ്ലെയിമിങ് ആരോസ്, the shield of faith which will be able to extinguish the flaming arrows of evil one. അപ്പൊ ഇങ്ങനെ നമ്മളെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയുള്ള പിശാചിന്റെ പല തത്രപ്പാടുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പൊ ആ പിശാചിന്റെ സ്വഭാവമാണ്. നമ്മളിപ്പോ യെശയ്യാവ് 57 ആ ഒരു വാക്യം വായിച്ചതുപോലെ തന്നെ അതുപോലെ ഒരു വാക്യം യെശയ്യാവ് 48 ഉണ്ട്. നമ്മള് യെശയ്യാവ് 48 ആ വാക്യം കൂടെ ഒന്ന് കാണണമെങ്കിൽ അതേപോലെ ഒരു വാക്യം യെശയ്യാവ് 48 ഉണ്ട്. യെശയ്യാവ് 48 22-ാമത്തെ വാക്യത്തിൽ ലാസ്റ്റിലും ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 2 പ്രാവശ്യം യെശയ്യാവ് 48 22 57 21 ഒരേ കാര്യം തന്നെ പറയുന്നു. അവിടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് 48 22 പറഞ്ഞേക്കുവാണെങ്കിൽ 57 21 എന്ത് ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയും എന്റെ ദൈവം അരുളി ചെയ്യുന്ന യെശയ്യാവ് വീണ്ടും ദൈവാത്മാവിനാൽ അത് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അപ്പൊ ഈ ദുഷ്ടൻ എപ്പോഴും ഇതുപോലെ അസ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. ആ ദുഷ്ടന്റെ കാര്യം ഈ പിശാചുക്കള് ദുരാത്മാക്കള് എപ്പോഴും ഇന്ന് ലോകത്ത് നോക്കുവാണെങ്കിൽ പല അസ്വസ്ഥതകള് ഇതെല്ലാം പലതരത്തിലുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും, വീടുകളിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബഹളമാവട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കാവട്ടെ, അയൽവക്കക്കാർ തമ്മിലുള്ള വഴക്കാവട്ടെ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാവട്ടെ, എല്ലാം ഈ ജഡത്തിൻ്റെതായിട്ടുള്ളൊരു കാര്യം. ദുരാത്മാവ് എപ്പോഴും അതിന് ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഈ സ്വസ്ഥതയില്ല. എന്നാൽ മലയാളം ബൈബിൾ അത് അത്ര അങ്ങ് കറക്റ്റായിട്ട് അവിടെ ഒരു ലൂക്കോസ് 11 വാക്യം നമ്മൾ ഇതിനു മുമ്പ് എടുത്ത് വായിച്ചിട്ടുണ്ട്. ലൂക്കോസ് 11:24 നോക്കുവാണെങ്കിൽ അവിടെ ഈ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന് ദുരാത്മാവ് വിട്ടുപോകുന്ന ഒരു കാര്യം പറയുമ്പോൾ ലൂക്കോസ് 11:24 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു എന്ന സത്യവേദ പുസ്തകത്തില് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇറ്റ് പാസസ് ത്രൂ വാട്ടർലെസ് പ്ലേസസ് സീക്കിംഗ് റെസ്റ്റ്. ആ റെസ്റ്റ് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ അനാപ്പോസിസ് എന്നുള്ളൊരു വാക്കാണ്. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അനാപ്പോസിസ് അതേ ഗ്രീക്ക് വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് തണുപ്പ് എന്നുള്ളൊരു വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഞാൻ സ്ട്രോങ് സെക്ഷനിൽ കണ്ടില്ല. പിന്നെ തത്വവേദ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളവർ എങ്ങനെ അങ്ങനെ പരിഭാഷപ്പെടുത്തിയെന്ന് എനിക്കറിയത്തില്ല. നീരില്ലാത്ത പ്രദേശം ആയതുകൊണ്ട് അവരങ്ങ് തണുപ്പ് എന്നങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും ആ ഒരു വിഷയ കോണ്ടെക്സ്റ്റ്. പക്ഷേ ശരിക്കും അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ വേണ്ടത് സ്വസ്ഥത തണുപ്പ് തിരഞ്ഞു നടക്കുന്നു എന്നുള്ളതിന് ആ തണുപ്പിന്റെ മുകളിൽ സ്വസ്ഥത എന്നാണ് വേണ്ടത്. നീരില്ലാത്ത പ്രദേശങ്ങളിൽ സ്വസ്ഥത തിരഞ്ഞു നടക്കുന്നു, സീക്കിംഗ് റെസ്റ്റ്, അനാപ്പോസിസ്. ആ ഒരു സ്വസ്ഥത ഇല്ലാതെ, അത് ഈവൻ മത്തായി 12 അതേ കാര്യം പറയുമ്പം അവിടെയും അതേ അനാപ്പോസിസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലെ റെസ്റ്റ് എന്ന മലയാളത്തിൽ തണുപ്പ് തിരിഞ്ഞു നടക്കുന്നു എന്നാണ് നിർഭാഗ്യവശാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മത്തായി 12:43 അതേ വാക്ക് തന്നെ പറയുന്നു, സീക്കിംഗ് റെസ്റ്റ്, അനാപ്പോസിസ് എന്നുള്ള വാക്ക് തന്നെ അവിടെ വായിക്കുന്നത്. ഞാൻ അവിടെ മത്തായി 11:28 ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, അത് വേർബൽ ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 29 ആശ്വാസം കണ്ടെത്തും, അവിടെ നൗൺ ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് തന്നെയാണ് അനാപ്പോസിസ്. അതേ വാക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ മത്തായി 12 ഇവിടെ ലൂക്കോസ് 11:24 ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് പിശാച് എപ്പോഴും അസ്വസ്ഥതയുടെ ആളാണ്. അത് എങ്ങനെ നമ്മളെ അസ്വസ്ഥരാക്കാം, എങ്ങനെ നമ്മുടെ സമാധാനം കെടുത്താം. പിശാചോ വേണ്ട ദുരാത്മാക്കളും എല്ലാം അഹോരാത്രം പരിശ്രമിക്കുവാണ്. ഡേ ആൻഡ് നൈറ്റ് എന്താ പരിശ്രമിക്കുന്നത്? നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെ ഹൃദയത്തിലെ സ്വസ്ഥതയൊക്കെ ഒന്ന് നഷ്ടപ്പെടുത്തി നമ്മളെങ്ങനെ ഒന്നുകിൽ ആകുലചിന്തരാക്കണം, അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുത്തണം, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യണം, നമ്മുടെ മനസമാധാനം കളയണം എന്നുള്ളതാണ് പിശാചിന്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ കറണ്ടിന്റെ കാര്യമായിരിക്കും, ചിലപ്പോൾ വെള്ളത്തിന്റെ കാര്യമായിരിക്കും, ചെറിയൊരു കാര്യമായിരിക്കും, ചിലപ്പോൾ മഴയുടെ കാര്യമായിരിക്കും, കാലാവസ്ഥയുടെ കാര്യമായിരിക്കും. പക്ഷെ നമ്മളുടെ ഹൃദയത്തിന്റെ ആ ഒരു സ്വസ്ഥത യഥാർത്ഥത്തിൽ ദൈവമുമ്പാകെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു വാഗ്ദത്തം ഉണ്ട്. നമ്മൾ ഏതൊരു സമയത്തും കർത്താവിന്റെ സന്നിധിയിൽ ഒരു കണ്ണാടിക്കടലുണ്ട്. ഞാൻ ആ കണ്ണാടിക്കടലിന്റെ മീതെയാണോ ഞാനിപ്പോ നിൽക്കുന്നത്? നമ്മൾ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? ആ സ്വസ്ഥതയിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റുന്നേ? നമ്മള് എബ്രായ ലേഖനത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ എബ്രായ ലേഖനത്തില് അവിടെ നമ്മൾ വായിക്കുന്നേ, അവിടെ എബ്രായർ 3:15 നമ്മളവിടെ വായിച്ചു, ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുതെന്ന് എബ്രായർ 3:15 നമ്മൾ വായിച്ചു. ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട് ടു ഹിയർ ഹിസ് വോയിസ്. കർത്താവിന്റെ ഒരു ശബ്ദമുണ്ട്. ആ കർത്താവിന്റെ ശബ്ദത്തിന് നമ്മൾ കീഴടങ്ങണം. അത് കഴിഞ്ഞിട്ട് എബ്രായർ 4:1 ഈ ഒരു സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട്
പിന്നെ എന്താ പറയുന്നേ? വചനത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ഗുഡ് ന്യൂസ് റീച്ച് ടു അസ്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ആ ഒരു വചനം ദൈവം നമ്മളോട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും, നിങ്ങളുടെ പ്രാണന സ്വസ്ഥത കണ്ടെത്തും എന്നുള്ള ഒരു വചനം, ദൈവത്തിന്റെ ഒരു വചനം, ദൈവത്തിന്റെ വലിയ വലിയ എന്തെല്ലാം വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു. ആ വചനത്തിന് മുമ്പാകെ ഓരോ സാഹചര്യങ്ങളിലും പല പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നമ്മളൊന്ന് കീഴടങ്ങി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ നമ്മളെ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനൊക്കെ പറ്റും. അത് നമ്മൾ കാണുന്ന താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ വാക്യം, വിശ്വസിച്ചവരായി നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ വചനമൊന്ന് വിശ്വസിക്കണം. വചനമൊന്ന് അതിനോടൊന്ന് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് വിശ്വാസം. നമ്മൾ ഗലാത്യർ 5:22-23 വാക്യങ്ങളിലെ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ പദം വിശ്വാസവും കൂടെ, വിശ്വാസമാണ് കറക്റ്റായിട്ടുള്ള മോർ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഉള്ള കാര്യം നമുക്കറിയാം. ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒരു വിശ്വാസം തരും നമ്മൾ ആ വചനത്തിന് അങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പോൾ. അങ്ങനെ വിശ്വസിക്കുന്ന നമ്മളാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന. മൂന്നാമത്തെ വാക്യം, ലോകസ്ഥാപനത്തിൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നതിൽ. അപ്പൊ പഴയ നിയമത്തിലെ ചില വാക്യങ്ങളൊക്കെ അവിടെ ക്ലോട്ട് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് അവിടെ ദൈവം ഒരു സ്വസ്ഥതയുടെ കാര്യം പഴയ നിയമത്തിലെ പറഞ്ഞുകൊണ്ട് വരുന്നു എന്നുള്ളൊരു കാര്യം എബ്രായ ലേഖകൻ പറഞ്ഞുകൊണ്ട് വരുക അവിടെ. അത് ഞാൻ എന്റെ കോപത്തിൽ ദൈവത്തിനോട് മത്സരിച്ച ഇസ്രായേൽ ജനതയോടുള്ള ദൈവികമായ ഒരു കോപം, അവരുടെ മേലുള്ള ഒരു കോപം ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ കോപത്തിൽ സത്യം ചെയ്തു എന്നൊക്കെയാണ് നമ്മളവിടെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ശരിക്കും സങ്കീർത്തനം 95-11 വാക്യത്തിന്റെ കൊട്ടേഷനൊക്കെയാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. 95 സങ്കീർത്തനത്തിന്റെ 11 എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെ വാക്യം ഞാൻ അതിന്റെ താഴോട്ട് ആ 4-ാം അധ്യായം ഒന്ന് വായിക്കുക. നമ്മൾ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന കാര്യം, നമ്മളുടെ ഹൃദയത്തില് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വണ്ണം ആഴത്തുള്ള ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന്റെ 5-ാമത്തെ വാക്യം, എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെ അരുളി ചെയ്യുന്നു. 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാണ്. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്കറിയാം, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം വിശ്രമിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്ന ആ ഒരു കാര്യം നമുക്കറിയാം. അപ്പൊ അതാ നമ്മളിവിടെ ഇവിടെ 4-ാമത്തെ വാക്യം, എബ്രായർ 4-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യമാണ്. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. തന്നെ പുറപ്പാട് 20:11 അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5-ാമത്തെ വാക്യം, എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ല എന്ന് ഇവിടെ പിന്നെ അരുളി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് പിന്നെ സങ്കീർത്തനത്തിലും ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും സങ്കീർത്തനത്തിലും ഈ കാര്യം വീണ്ടും പറയുന്നു എന്നൊക്കെയാണ് പിന്നെ താഴോട്ട് 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 9-ാമത്തെ വാക്യം ഞാൻ ആ കാര്യങ്ങളെല്ലാം വായിച്ചു പറയുമ്പോൾ ഞാൻ അതിന്റെ ഒരു സിമ്പിളായിട്ട് ഞാൻ ആ കാര്യങ്ങള് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയട്ടെ. എബ്രായർ 4:9 വാക്യം, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം. ശബത്ത് എന്നുള്ള എബ്രായ ഭാഷയിലെ ആ വാക്കിനർത്ഥം സ്വസ്ഥത, റെസ്റ്റ്. ശബത്ത് ഈസ് എ വേർഡ് ഫോർ റെസ്റ്റ്. ദൈവം 7-ാം നാളിൽ വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ശബത്ത് റെസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ്. അധ്വാനിക്കുന്ന ഒരു ഭാരചുമക്കുകയും നിങ്ങളെല്ലാവരും എൻ്റെ ഇടയ്ക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാന്ന് പറയുമ്പോഴും കർത്താവ് അവിടെ ഒരു ശബത്തിന്റെ ഒരു സ്വസ്ഥത അതാ കർത്താവ് പറയുന്നു. ആദാമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടത് 6-ാം നാളിന്റെ അവസാനത്തെ പകുതിയിലായിരുന്നു. എന്നാൽ 7-ാം നാള് ആദാമിന്റെ ഹവ്വയുടെയും ആദ്യത്തെ ദിവസം എന്തായിരുന്നു? 7-ാമത്തെ ദിവസമായിരുന്നു. ആ 7-ാമത്തെ ദിവസം എന്തിന്റെ ദിവസമായിരുന്നു? സ്വസ്ഥതയുടെ, ശബത്തിന്റെ ഒരു ദിവസമായിരുന്നു. എന്നാൽ അവര് ഒരുപക്ഷെ പിറ്റേ ദിവസം തന്നെ ആയിരിക്കാം. സാത്താൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആളല്ലല്ലോ. അവൻ അസ്വസ്ഥനായിട്ട് ഒരുപക്ഷെ പിറ്റേ ദിവസം തന്നെ, എത്ര നാൾ കഴിഞ്ഞു നമുക്കറിയില്ല, സാത്താൻ മിക്കവാറും പിറ്റേ ദിവസം തന്നെ അവരെ പരീക്ഷിക്കാനായിട്ട് വന്നു കാണും. അവരുടെ സ്വസ്ഥത എന്തായി തീർന്നു? അസ്വസ്ഥതയായി തീർന്നു. റെസ്റ്റ് ബിക്കീം റെസ്റ്റ്ലെസ്നെസ്. അവരങ്ങ് അസ്വസ്ഥരായി തീർന്നു. അവരെ പോയി ഒളിക്കാൻ നോക്കും. പിന്നീട് അവര് ഏദൻ തോട്ടത്തിന് പുറമേ പോകുന്നു. അതിനുശേഷം പിന്നെ ഈ ഏദൻ തോട്ടത്തിലെ
ജീവവൃക്ഷത്തിലേക്ക് വരുവാനുള്ള ഒരു വഴിയെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലും അതേ കാര്യം തന്നെ നമ്മൾ കാണുന്നത്. അവര് അസ്വസ്ഥരായിട്ട് അവര് ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു. അതിനുശേഷം ആ ഏദൻ തോട്ടത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു. ആ ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയെ കാപ്പാനായിട്ട് ദൈവം ആരെ ഏൽപ്പിച്ചു? കെരൂബുകളെ ഏൽപ്പിച്ചതായിട്ടാണ് നമ്മള് 33-ാം അധ്യായത്തിന്റെ ആ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കണം. ഇവിടെ എബ്രായർ 4-ലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മൾ സ്വസ്ഥതയെ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഏദൻ തോട്ടത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? സ്വസ്ഥത ഉണ്ടായിരുന്നു. ആ ഏദൻ തോട്ടത്തില് യഥാർത്ഥത്തിൽ ജീവന്റെ വൃക്ഷം ഭക്ഷിക്കുമായിരുന്നെങ്കിൽ അവര് വളരെ സ്വസ്ഥരായിട്ട് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നേനെ. എന്നാൽ ആദാമിനും അവയ്ക്കും അന്ന് നഷ്ടമായതാണ് ഇന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഞാൻ പലപ്പോഴും റെഫർ ചെയ്യുന്ന ഒരു വാക്യമാണ്. എല്ലാവർക്കും അത് എത്രമാത്രം പരിചയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഉൽപ്പത്തി 3-ന്റെ അവസാനത്തെ വാക്യം, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. എന്നുവെച്ചാൽ മനുഷ്യന് അവൻ സ്വന്തം ഇഷ്ടം, അവന്റെ ആ ഒരു ഇച്ഛാശക്തിയിൽ അവന് സ്വന്തം ഇഷ്ടത്തെ തെരഞ്ഞെടുത്തപ്പോൾ ആ സ്വന്തം ഇഷ്ടം ഒരു തിരശ്ശീല പോലെ, ഒരു കേട്ടൻ പോലെ, തിരശ്ശീല പോലെ ദൈവത്തെയും മനുഷ്യനെ അകറ്റി കളഞ്ഞു. ആ പാപം ദൈവത്തെയും മനുഷ്യനെ അകറ്റി കളഞ്ഞു എന്ന് യെശയ്യാവ് 59:2 നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. ഞാൻ വിചാരിച്ച കണക്ക് കാര്യം നടക്കണം, ഞാൻ പറഞ്ഞ കണക്ക് കാര്യം ചെയ്യണം, നമ്മുടെ വാശി, നമ്മളുടേതായ ചില ഡിമാൻഡ്സും പല കാര്യങ്ങളും ഒക്കെ അത് നടക്കാതെ വരുമ്പോൾ അസ്വസ്ഥതയും, അയ്യോ എന്താ അങ്ങനെ സംഭവിച്ചത്, അതെന്താ ഇങ്ങനെ സംഭവിച്ചു, ദൈവം എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്ത്, അങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകൾ ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവരിലും വലിയൊരു അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളായിരിക്കുമ്പോൾ ദൈവം എന്താ പറയുന്നേ? തിരിച്ച് ഒരു വഴിയുണ്ട്. അതായത് നമ്മൾ അതിന്റെ 24-ൽ ഇങ്ങനെ അവൻ ഉൽപ്പത്തി 3-ന്റെ 24 കണ്ടോ? ഉൽപ്പത്തി 3-ന്റെ 24 ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി. അവിടെ ഒരു വേ ഉണ്ട്, വഴി. ഞാൻ തന്നെയാണ് ആ വഴിയെന്ന് കർത്താവ് യോഹന്നാൻ 14:6 ഐ ആം ദ വേ, ഞാൻ തന്നെ ആ വഴിയെന്ന് കർത്താവ് കാലത്തെ യുഗപുരുഷനായ കർത്താവ് AD-യെയും BC-യെയും ചരിത്രത്തെ രണ്ടായിട്ട് കീറി മുറിച്ച നസ്രത്തിലെ തച്ചനായ കർത്താവ് ഞാൻ തന്നെയാണ് ആ വഴിയെന്ന് ഫിലിപ്പോസിനോട് യോഹന്നാൻ 14:6 പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ആ വഴി, അതാ ജീവന്റെ വൃക്ഷത്തിലേക്ക്, ആ ജീവന്റെ വൃക്ഷവും കർത്താവ്, ആ വഴിയും കർത്താവ്. ആ വഴി കാക്കുവാനായിട്ട് അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ, അതിന്റെ പ്ലൂറല ചെറൂബിൻ, ഇംഗ്ലീഷ് സാർ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പ്ലൂറൽ, ചിലതിന്റെ പ്ലൂറൽ എസ് ചേർത്തിട്ടില്ല, പ്ലൂറൽ ചിലത് IM ഒക്കെ ചേർത്തത്. ചെറൂബ് എന്നുള്ള സിംഗുലർ വാക്കാൻ ചെറൂബിൻ ഇസ് ദ പ്ലൂറൽ വേർഡ്. കെരൂബുകളെ, എത്ര കെരൂബുകളാന്ന് ചോദിച്ചാൽ 2 കെരൂബുകളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ പിന്നീട് സമാഗമന കൂടാരത്തില് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആ ഉള്ള തിരശ്ശീലയില് 2 കെരൂബുകള് അപ്പുറവും ഇപ്പുറമായിട്ട് ആ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ആ കർട്ടന്റെ കർട്ടന്റെ പുറത്ത് 2 കെരൂബുകളെ ആലേഖനം ചെയ്യണം, അതിന്റെ ചിത്രപ്പണി ചെയ്തു വെക്കണമെന്ന് പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ 2 കെരൂബുകൾ എന്ന് പറയുമ്പോൾ 2 കെരൂബുകളായിരിക്കും എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാ കെരൂബുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലവുമായി, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഡയറക്ഷനിലും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാള് കൊണ്ട് അതിന്റെ ഒരു ജ്വാലയുണ്ട്. നമ്മൾ സാങ്ക്യോറിന് കേട്ടിട്ടുള്ളത് പോലെ ആ വാളെന്ന് പറയുന്നത് ദൈവവചനമാണ്. നമ്മളിപ്പോ എബ്രായർ 4-ലേക്ക് വരുമ്പോൾ ആ ദൈവവചനത്തെ കുറിച്ച് അതിന് ശേഷം പറയും. ആ വാളെന്ന് പറഞ്ഞ ദൈവവചനമാണ്, ജ്വാല എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മളെ ഒരു സ്വസ്ഥതയിലേക്ക്, നമ്മളുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആഴത്തിലുള്ള ഒരു സ്വസ്ഥത, ഒരു സമാധാനം, വേറെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും എന്റെ കർത്താവാണ് എല്ലാത്തിന്റെയും കൺട്രോളിലുള്ളത് എന്നുള്ളൊരു സ്വസ്ഥതയോടെ നമ്മളായിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നമുക്ക് വേണ്ടേ. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരണമെങ്കിൽ നമ്മളൊരു വഴിയിലൂടെ വരണം. ഒരേ ഒരു വഴിയുള്ള യേശുവാകുന്ന വഴി. ആ വഴി തന്നെയാണ് ശരിക്കും ക്രൂസിന്റെ വഴി എന്ന് കർത്താവ് പറഞ്ഞു. എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നതിന് ഒരു വഴിയേ ഉള്ളൂ, ക്രൂസ് എടുത്തിട്ടല്ലാതെ എന്നെ അനുഗമിക്കാൻ ഒക്കത്തില്ലെന്ന് കർത്താവ് ലൂക്കോസ് 9:23 ലൂക്കോസ് 9:23 കണ്ടോട്ടെ. ഡെയിലി നമ്മുടെ ഇഷ്ടത്തിന് മരിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറഞ്ഞു. എന്നെ അനുഗമിക്കും, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഈ ക്രൂസിന്റെ വഴിയേ ഉള്ളൂ. അത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയെന്ന മത്തായി 7-ന്റെ
13-14 വാക്യങ്ങളിൽ ഗിരിപ്രഭാഷണത്തിൽ ആ വഴിയെ കുറിച്ച് എന്താ പറയുന്നത്? ഇടുക്കവും ഞെരുക്കമുള്ള വഴി എന്ന് പറയുന്നത്. പിന്നെ എന്താ ആ വഴിയെ കുറിച്ച് നമ്മൾ വചനത്തിലുടനീളം കാണുന്നുണ്ട്. ഞാൻ ആ റെഫറൻസ് എല്ലാം കൂടി എടുക്കാൻ പോയാൽ പിന്നെ ഇങ്ങനെ സ്വസ്ഥതയെ കുറിച്ച് നമുക്ക് അധികം പറയാൻ പറ്റാതെ വരും. ആ വഴി, ആ ക്രൂസിന്റെ വഴി. പിന്നെ ഞാൻ ആ റെഫറൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് പറയണമെങ്കിൽ 1 Corinthians 10:13 അവിടെ ഒരു പൊക്ക് വഴി എന്ന് വായിക്കുന്നുണ്ട്. വേ ഓഫ് എസ്കേപ്പ്, പ്രലോഭനത്തിലെ പരീക്ഷണത്തിന് ഒരു പോക്ക് വഴി. അത് ഈ വഴിയാ, ഈ ഒരു ക്രൂസിന്റെ വഴി. നമ്മെ തന്നെ കംപ്ലിങ് അവസ്ഥ, നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു വഴി. അതിലൂടെ നമുക്ക് അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനൊക്കെ, നമ്മൾ ഒരു പ്രലോഭനം നേരിടുന്ന, ഒരു പരീക്ഷ, ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അവിടെ നമുക്ക് കഴിഞ്ഞ കൂടൊന്നും ദൈവം പരീക്ഷിക്കത്തില്ല. ദൈവം വിശ്വസിച്ച് അതോടൊപ്പം ഒരു പരീക്ഷയോടൊപ്പം ഒരു പോക്ക് വഴി ഒരുക്കുന്ന 1 Corinthians 10:13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊരു സമയത്തും നമ്മൾ കർത്താവാകുന്ന വഴിയിലൂടെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച ഒരു ശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറഞ്ഞ് നമുക്കൊരു സ്വസ്ഥത, ഒരു സമാധാനം നമ്മളെ ഹൃദയത്തിൽ തരും. ഇതാ പറഞ്ഞു വരുന്നത്. ക്രൂസിന്റെ വഴിയിൽ നമ്മളിപ്പോ മത്തായി 7:13-14 കണ്ടു. നമ്മള് നീതിമാന്റെ പാത എന്ന് ആ വഴിയെ കുറിച്ച് സദൃശവാക്യം 4:18 നീതിമാന്റെ പാത, അത് നട്ടുച്ച സൂര്യൻ വർത്തമാനമായിട്ട് നട്ടുച്ച സൂര്യൻ വരെ സൂര്യന്റെ പ്രകാശം പോലെ ഉദയം മുതല് നട്ടുച്ച വരെ ഒരു സൂര്യന്റെ പ്രകാശം എങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുപോലാണ് ഈ ജീവന്റെ നീതിമാന്റെ പാത എന്ന സദൃശവാക്യം 4:18 പാത്ത് ഓഫ് ദ റൈച്ചസ്, പുരുഷന്മാരുടെ വഴി. സോറി, അത് 19-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യം നീതിമാന്മാരുടെ പാത പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ച വരെ അധികം ശോഭിച്ചു വരുന്നതായിട്ടുള്ള ഒരു വഴി. സങ്കീർത്തനം 139:24 ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് പറയുന്നത്. അത് ഈ ശാശ്വത മാർഗം ഏതാ? ഈ ജീവന്റെ വഴി. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ, ദർശനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി. 139-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യം. ഇത് കർത്താവിനെ വ്യസനിപ്പിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ അത് വിശാലമായ വഴിയാ, ലോകത്തിന്റെ വഴിയാ. എന്നാൽ ഇത് ശാശ്വത മാർഗം, ജീവന്റെ ഇടുക്കവും ഞെരുക്കമുള്ള ഒരു വഴി. ഈവൻ സങ്കീർത്തനം 16:11 വാക്യം നമ്മളെപ്പോഴും പറയാറുള്ള വാക്യം, കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണത ഉണ്ടെന്ന് പറയുമ്പോൾ ആ ആനന്ദത്തിന് പരിപൂർണതയിലേക്ക് വരുന്ന ഏത് വഴിയാ? ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. കർത്താവ് കാണിച്ചു തരാൻ നമുക്കത് കാണാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അത് വളരെ ചെറിയൊരു വഴിയാണ്. ഇപ്പം നമ്മൾ അവിടുന്ന് ഹൈവേയിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ആ ദിലീപ് സ്റ്റുഡിയോ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് തിരിയണം. അതൊരു ചെറിയ വഴിയാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. ഹൈവേ ഇങ്ങനെ മൊത്തം വലിയ ഹൈവേ കിടപ്പുണ്ട്. എന്നാൽ ആ ചെറിയൊരു വഴി സർവീസ് റോഡിലോട്ട് കയറണമെങ്കിൽ ഒരു ചെറിയ വഴിയെ നമ്മൾ ഇങ്ങോട്ട് കയറിയാലേ സർവീസ് റോഡിലോട്ട് കയറി ഇങ്ങോട്ട് വരാൻ പറ്റും. ചെറിയ വഴിയാണ് എന്ന് പറയുന്നത് പോലെ ഓരോ സമയത്തും പല പ്രശ്നങ്ങളും, പല ഭൂകമ്പങ്ങളും, പല വാർത്തകളും, നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളും, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയോ നിരാശപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ സമയത്ത് ആ ജീവന്റെ വഴി കണ്ടെത്തണം. ആ ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാനായിട്ട് കെരൂബുകളെ വാളിന്റെ ജ്വാലയായിട്ട് നിർത്തി നമ്മളിപ്പം വായിച്ചു. ഇവിടെ സങ്കീർത്തനം 16:11 ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴിയിലൂടെ പോകുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് എത്തുക. നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷ പരിപൂർണതയും. നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. കർത്താവിന്റെ വലതു ഭാഗത്ത് ആണ് കാന്തയുടെ സ്ഥാനം, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ വലതു ഭാഗത്ത് എന്നും സന്തോഷം. ആ ബ്രൈഡലായിട്ടുള്ള കർത്താവിനോട് ആത്മാവിൽ ഒന്നായി ചേരുന്നതിന്റെ ഒരു വലിയ സന്തോഷത്തിന്റെ എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്ലഷേഴ്സ് ഫോർ എവർ ടു റൈറ്റ് ഹാൻഡ് നമ്മളിവിടെ വായിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ വഴിയിലൂടെ വരണം എന്ന് പറഞ്ഞാല് നമ്മൾ തിരിച്ച് എബ്രായർ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? എബ്രായർ 4-ാം അധ്യായത്തില് ഈ സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ വാളിനെ കുറിച്ച് പറയുന്നത്. ഇതിപ്പോ വാളിന്റെ ജ്വാലയെ കുറിച്ച് ഇപ്പം കേട്ടതുള്ളൂ. 33-ാം അധ്യായത്തില് സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് വചനം വാളാന്നാ പറയുന്നത്. എന്താ അതിന്റെ കോറിലേഷൻ എന്താ? അത് നമ്മള് എബ്രായർ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം. എബ്രായർ 4-ാം അധ്യായത്തില് അവിടെ അതിന്റെ 9-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. ദൈവം ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ദ അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം ഇങ്ങനൊരു പ്രോമിസ് നമുക്ക് അതുപോലെ എപ്പോഴും സ്വസ്ഥതയിൽ ജീവിക്കാൻ ഒക്കുന്നുള്ള ഒരു വാഗ്ദത്തം നമുക്ക് തന്നിരിക്കെ നമ്മൾ അത് പ്രാപിക്കാതെ ഈ ലോകത്ത് അസ്വസ്ഥരായിട്ട് ജീവിച്ചിട്ട് അവസാനം നമ്മള് എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടിച്ച് പാസ്സായിട്ട് അവിടെ സ്വർഗത്തില് കർത്താവിന്റെ മുമ്പാകെ കർത്താവിന്റെ വരവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്ക് അന്നൊരു ദുഃഖം ഉണ്ടാവും. നമുക്ക് അന്നൊരു റിഗ്രറ്റ് ഉണ്ടാവും. അയ്യോ, ഞാന് ശരിക്കും കർത്താവ് ആഗ്രഹിച്ച ഒരു തലത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പല കാര്യങ്ങള് പലരും നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ടാവും. വലിയ ആത്മീയ പേരൊക്കെ നമുക്കുണ്ടാവും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥതയൊന്നും ഇല്ലാതെ നമ്മുടെ
എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്തൊക്കെയോ അങ്ങനെയൊക്കെ ആയി ചെന്ന് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാന് നിനക്ക് വേണ്ടി വലിയൊരു സ്വസ്ഥതയുടെ അനുഭവമൊക്കെ ശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീ അതൊന്നും അങ്ങോട്ടൊന്നും വന്നതുപോലും ഇല്ല. നീ എന്തൊക്കെയൊക്കെ ചെയ്തു, നീ അതിവിശുദ്ധ സ്ഥലത്തേക്കൊന്നും വന്നില്ല, നീ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും ഒക്കെ എന്തൊക്കെയോ ചെയ്തു, നീ വന്നല്ലോ സാരം കേറിക്കും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് കർത്താവ് അന്ന് കർത്താവിന്റെ ന്യായത്തിന് മുമ്പാകെ നിർത്തുന്നത്. അപ്പോ അസ്വസ്ഥതയോടെ അസ്വസ്ഥതയോടെ ജീവിക്കുന്ന ഒരു ജനമായിട്ട് നമ്മൾ തിരിച്ച് എബ്രായർ 4:10 വാക്യം വായിക്കുവാണെങ്കിൽ അവിടെ ഒരു മർമ്മം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ താനും തന്റെ പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി തീർന്നു. Rested from his work. He rested. The one who has entered his rest has himself also rested from his works, as God did from his. ദൈവം ആ സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥതയോടെ ദൈവം വിശ്രമിച്ചതുപോലെ നമ്മളുടേതായ ഒരു സ്വയത്തിൻ്റെതായ പല പ്രവൃത്തികളുണ്ട്. നമ്മളുടേതായ ചില പ്രവൃത്തികൾ, നമ്മളുടേതായ ചില വർത്തമാനങ്ങൾ, നമ്മളുടേതായ ചില തീരുമാനങ്ങൾ, നമ്മളുടേതായ ചില പരാതി പറച്ചിലും, നമ്മളുടേതായ ചില ഭാഷാ പ്രയോഗങ്ങളും, നമ്മളുടേതായ ചില കുത്തുവാക്കുകളും, നമ്മളുടേതായ ചില അതുപോലൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൽ നിന്നൊക്കെ ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ച തന്റെ പ്രവൃത്തികളിൽ നിന്ന്, തന്റെ സ്വയത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് അവരെന്തായിരിക്കുന്നു, നിവർത്തനായിരിക്കുന്നു. ഒക്കെ ചിലരെ കുറിച്ചുള്ള ഒരു അസ്വസ്ഥത, അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവന് എന്താ, അവന് തന്റെ പ്രവൃത്തികൾ, തന്റേതായ ചില ചിന്തകളും തന്റേതായ വാക്കുകളും തന്റേതായ പ്രവൃത്തികളിൽ നിന്നൊക്കെയുള്ള ഒരു സ്വസ്ഥത അവനുള്ളത്. യേശു പറഞ്ഞതുപോലെ ഞാൻ ഒന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്റെ പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് പോലെ അതുപോലെ തന്നെ അതെല്ലാം തന്നെ അത് എല്ലാം അവണ്ണം തന്നെ എല്ലാം ഞാൻ ചെയ്യുന്നു എന്ന യോഹന്നാൻ 5:19 വാക്യത്തിൽ ആ സ്വസ്ഥതയിൽ പ്രവേശിച്ച ഒരു മനുഷ്യന്റെ ഏറ്റവും ബെസ്റ്റ്, ക്ലിയറസ്റ്റ് എവിഡൻസ് ആൻഡ് എക്സാമ്പിൾ ആ യേശു എത്ര സ്വസ്ഥതയോടെ. ബാക്കി എല്ലാവരും കർത്താവിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത്, അവിടെ ആ യോഹന്നാൻ 5:18 എല്ലാവരും കർത്താവിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നേ, പിതാ പുത്രനെ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ യോഹന്നാൻ 5:19 കർത്താവ് ഏറ്റവും അധികം സ്വസ്ഥതയോടെ, സ്വസ്ഥത നിറഞ്ഞു കവിഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യന് യേശുവായിരുന്നു. ആ ഒരു വളരെ സമാധാന പുരുഷനായി, സമാധാനപൂർണനായി. അപ്പൊ അത് തന്റെ പ്രവൃത്തികളിൽ നിന്ന്, അതായത് നമ്മളിപ്പോഴും നമ്മളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകും. നമ്മുടെ സ്വയജീവനിൽ നിന്ന്, നമ്മുടെ സ്വയജീവനാകുന്ന ആ ജഡത്തിൽ നിന്ന്, സ്വന്തം ഇഷ്ടമാകുന്ന ആ ജഡത്തിൽ നിന്ന് നമ്മളുടെ ദഹിയില് നമ്മുടെ ചിന്തകള്, പിന്നെ ദേഹത്തിലൂടെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വെളിപ്പെടുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരായിട്ടിരിക്കുന്നത്. നമ്മള് കർത്താവിന്റെ ഹിതത്തിനായിട്ട്, കർത്താവിന്റെ പ്രവൃത്തിക്കായിട്ട് നമ്മളെ അങ്ങ് സമർപ്പിച്ചവരാണെങ്കിൽ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്താണ് ഈ സ്വസ്ഥതയെന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ ഈ വായിച്ചു വരുന്നത്. എബ്രായർ 4 ഈ വലിയ സ്വസ്ഥതയെക്കുറിച്ചുള്ള വാഗ്ദത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്റെ 11 വാക്യം, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം, ഈ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കള് അനുസരണക്കേട് കാണിച്ചു, അതേ എക്സാമ്പിളില് ഫോളോയിങ് ദ സെയിം എക്സാമ്പിൾ ഓഫ് ഡിസൊബീഡിയൻസ്, അതുപോലെ നമ്മളും ആയി പോകാതിരിക്കാൻ, അതിൽ അനുസരണത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാന് ഫുള്ളായിട്ടങ്ങ് ഇരുന്നാൽ മതിയോ? ഇല്ല, ഉത്സാഹിക്കുക, ദി ഡിലിജന്റ്. അതിനായിട്ട് നമ്മളായിട്ട് ദൈവം നമ്മളുടെ ആത്മാവിലെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മളായിട്ടൊരു മുമ്പാകെ ഒരു ദാഹവും കരച്ചിലും, അതായത് ഞാൻ ആഗ്രഹിക്കുന്നവണ്ണമുള്ള ആ ഒരു ജീവിതത്തിലേക്ക്, അതായത് അങ്ങ് ആഗ്രഹിക്കുന്നവണ്ണം കർത്താവിലുള്ള ഒരു ജീവിതത്തിലേക്ക്, ഉള്ള ഒരു സ്വസ്ഥതയിലേക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഒരു പക്ഷെ നമ്മൾ ഒരു ലെവലിലുള്ള ചില സമാധാനമൊക്കെ നമ്മൾ ശരിയാണ് പലരെ അനുഭവിക്കുന്നുണ്ടാവും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവില് ഞാൻ ഇന്ന് സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ എന്റെ ഈ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഇൻപുട്ടൊക്കെ എത്രയോ വചനങ്ങളും കാര്യങ്ങളും വെളിപ്പാടുകളും ഒക്കെ കർത്താവ് തന്നിട്ടുള്ളതിന്റെ ആ ഒരു പ്രൊപ്പോർഷനിൽ എത്രവണ്ണം ഞാൻ ഇന്നൊരു അതുപോലൊരു വലിയ സ്വസ്ഥത, വലിയൊരു സമാധാനം, ഒന്നിനാലും കലങ്ങാതെ ഉള്ള ഒരു നിർഭയനായിട്ട് പേടിക്കാതെ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഈ സ്വസ്ഥത ഉണ്ടെങ്കിൽ എന്താ, അച്ഛനും അമ്മയും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കരച്ചിൽ വരത്തില്ല. അങ്ങനെ പറഞ്ഞ എന്നെ ചേച്ചിനുള്ളി കുട്ടിച്ചി, കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ ഞാൻ പറയുക, അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ നമുക്കുള്ള യഥാർത്ഥത്തില് യേശുവിലേക്ക് വന്നൊരു സ്വസ്ഥത നമ്മളിന്ന് ആദ്യം നമ്മളെ പാട്ടിൽ തുടങ്ങിയതുപോലെ കർത്താവിന്റെ മാർബിൾ ആ സ്വസ്ഥതയുള്ള കർത്താവെ അവിടുത്തെ മാർബിൾ ചേർപ്പാനായിട്ട് ഞാൻ വരുന്നു, അരുവിക എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിന്റെ മാർബിൾ ആ സ്വസ്ഥത താഴോട്ട് പറഞ്ഞു വരുന്നത്. അതാ കൃപാസനത്തിലേക്ക് പോയി ആ സ്വസ്ഥത കണ്ടെത്തുന്ന കാര്യമാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്.
അത് 11-ാമത്തെ വാക്യത്തില് ആ ഒരു നിങ്ങളെ ഉത്സാഹിക്കണം. അതിനായിട്ട് ജഡത്തിലുള്ള സ്വയപ്രവൃത്തിയിലുള്ളൊരു ഉത്സാഹമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ആത്മാവിലുള്ള ഒരു പ്രേരണ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വചനം ധ്യാനിക്കാനായിരിക്കും, ചില പോർഷൻസ് ഒന്നുകൂടെ മെഡിറ്റേറ്റ് ചെയ്യാനായിരിക്കും, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കാനുള്ള ചില ഒരു പ്രേരണയായിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ. അത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ദൈവത്തിന്റെ പ്രേരണ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യാനും പഠിത്തം നന്നായിട്ട് ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും അങ്ങനെയൊക്കെയുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് ഒത്തവണ്ണം നമ്മൾ അങ്ങ് നീങ്ങുമ്പോൾ അവിടെ ഒരു ആത്മാവിലുള്ള ഒരു ഉത്സാഹമുണ്ട്. അവിടെ ഒരു സ്പുഡാസോ എന്നുള്ളൊരു വാക്ക്, ഉത്സാഹിക്കുക, ബീങ് ഡിലിജന്റ് എന്നുള്ളൊരു വാക്ക് സ്പുഡാസോ എന്ന് പറഞ്ഞാൽ എക്സേർട്ട് വൺ സെൽഫ്, എൻഡവർ എന്നൊക്കെയുള്ള ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സ്പുഡാസോ, ബീങ് ഡിലിജന്റ് ടു എൻഡർ ദാറ്റ് റെസ്റ്റ്. അതിനായിട്ടൊരു എങ്ങനെങ്കിലുമൊക്കെ പോയി കർത്താവ് സ്വസ്ഥയെ എങ്ങനെ പ്രവേശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവസാനം റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുമ്പോൾ കല്ലറയിലായിരിക്കും സ്വസ്ഥതായിരിക്കും. ഇത് കല്ലറയിൽ എന്താ ഉള്ളേ? റെസ്റ്റ് ഇൻ പീസ്. എന്തായാലും കാരണം പറഞ്ഞാൽ മരിക്കുന്നതിന് വരെ ഇദ്ദേഹം ഭയങ്കര അസ്വസ്ഥനായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ബഹളമൊന്നും ഉണ്ടാകുന്നില്ല. ഷീ ഈസ് റെസ്റ്റിംഗ് ഇൻ പീസ്. എന്നാൽ ഇന്നുകൊണ്ട് നമ്മൾ മരിക്കുവാണെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ സ്വയത്തിന് മരിക്കുവാണെങ്കിൽ, നമ്മളെ സ്വയത്തിന് മരിക്കുവാണെങ്കിൽ വിൽ ബി റെസ്റ്റിംഗ് ഇൻ പീസ് സ്പിരിറ്റ്. അതാ ഈ പറഞ്ഞു വരുന്നത്. താഴോട്ടൊരു വാളുണ്ട് മരിക്കാൻ വേണ്ടി. ഇന്ന് ചുറ്റിക വെച്ചുള്ള കാര്യമൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. പക്ഷെ ഇവിടെ ദൈവദിനത്തിൽ ഒരു വാളിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താ വായിക്കുന്നത്? നമ്മള് 12-ാമത്തെ വാക്യം, ആ വലിയ ഉത്സാഹത്തിന്റെ കാര്യം പറഞ്ഞിട്ട് 12-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മള് 3:15 നോക്കുവാണെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം ഇന്ന് കേൾക്കുവാണെങ്കിൽ നിങ്ങളെ കഠിനപ്പെടുത്തരുത്, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുത്. 3:15. പിന്നെ താഴോട്ട് വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ഈ സദ്വർത്തമാനം, ഈ വചനം നിങ്ങൾ കേട്ടിട്ടോ അത് പ്രയോജനപ്പെടാതെ പോകുന്നു എന്ന് വെച്ചാൽ, അത് കേട്ടവരിൽ വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. അവർ ആ വചനത്തോട് റെസ്പോണ്ട് ചെയ്ത് പരിശുദ്ധാത്മാവിന് അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിച്ചില്ല. ഈവൻ അതിന്റെ 6-ാമത്തെ വാക്യത്തിലും സദ്വർത്തമാനം അവരിൽ പ്രഘോഷിച്ച കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കും, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത വരാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഗ്ദത്വം ഉണ്ട് എന്നുള്ളൊരു വചനം. ആ വചനം എങ്ങനെയുള്ള വചനമാണ്? എല്ലാ വചനവും ഏറ്റവും ഇരുവായ്പയിലുള്ള ഏത് വളനേക്കാളും മുറിച്ചുകൊള്ളാന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു സന്ദർഭം നോക്കുമ്പോൾ കർത്താവ് നമ്മളെ ഈ സ്വസ്ഥതയിലേക്കുള്ള ഒരു വാഗ്ദത്വം, ഈ ഒരു പ്രോമിസ് ഉള്ളപ്പോ, ആ ദൈവത്തിന്റെ സദ്വർത്തമാനമായിട്ടുള്ള ആ ഒരു വചനം ആ കനാൻ ദേശത്തേക്ക്, കനാന്യ സ്വസ്ഥതയിലേക്ക്, കനാൻ ദേശത്തിലേക്ക് എന്ന പോലെ പഴയ നിയമത്തിൽ അവർക്ക് കനാൻ ദേശം ഒരു സ്വസ്ഥതയുടെ ദേശമായിട്ടാണ് ദൈവം കൊടുത്തത്. എന്ന് പറയുന്നത് പോലെ ഇന്ന് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തുള്ള ഒരു സ്വസ്ഥതയുടെ ഒരു അനുഭവമായിട്ട് തീരണമെങ്കിൽ ദൈവത്തിന്റെ ആ വാഗ്ദത്വമാകുന്ന സ്വസ്ഥതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത വരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങളുടെ പ്രാണന സ്വസ്ഥത കണ്ടെത്തും. മത്തായി 11:28-29 വായിക്കുന്ന ആ സ്വസ്ഥത, കർത്താവോട് പറഞ്ഞ സ്വസ്ഥത, അത് ആ വചനം നമ്മൾ തുളച്ചു ചെല്ലണം. അതാ ഈ പറയുന്നത്. അതൊരു വാളിനെ പോലെ, അത് ആ ദൈവത്തിന്റെ വചനം, ഈ സദ്വർത്തമാനം ജീവനും ചൈതന്യം ഉള്ളതായിട്ട്, അത് ഒരു ഡോമന്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഉത്സാഹിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ? ഈ വാളിന് ഇരയാകാൻ വേണ്ടി ഉത്സാഹിക്കണം. അവിടെ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് ആര് നിൽക്കുന്നത്? കെരൂബുകൾ നിൽക്കുന്നുണ്ട്. എവിടെ? ജീവന്റെ വൃക്ഷം കാക്കാനായിട്ട്. നമ്മുടെ സാങ്കേതിക വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ ആ ജീവന്റെ വൃക്ഷത്തിലേക്ക്, കർത്താവിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പോകണമെങ്കിൽ ഈ വാളിന് ഇരയായാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവര് സ്വന്തം ഇഷ്ടം, കർത്താവേ എന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സാഹചര്യത്തിൽ ഒരിക്കലായിട്ട് നമ്മൾ പ്രവേശിക്കുന്ന ഒരു സ്വസ്ഥതയല്ലേ. ഓരോ സാഹചര്യത്തിലും നിരന്തരമായിട്ട് നമ്മെ തന്നെ ഒരു സീറോ ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തി, കർത്താവിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ള ലിവിങ് ആൻഡ് ആക്റ്റീവ് ആണ്. ഫുൾ ഓഫ് ലൈഫ്, ഫുൾ ഓഫ് ആ ഒരു ദൈവത്തിന്റെ ജീവനുള്ളതായിട്ടുള്ള ആ ഒരു വചനം, ഫുൾ ഓഫ് ഫ്രഷ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വചനം എന്നൊക്കെയാണ് സാവോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുവോളജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സാവോ, ആക്റ്റീവ്, ലിവിങ് ആൻഡ് ആക്റ്റീവ്. എനർജസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്കിൽ ഉപയോഗിച്ചു. പവർഫുൾ, എനർജറ്റിക്, തീരെ ശക്തിയുള്ള ഒരു വചനം. അത് ഇരുവായ്പല ഉള്ളതാ. 2 വശത്തും ഒരു വായ്പല ഉണ്ടെന്ന് പറഞ്ഞാൽ, ആ വാള് നമ്മളിൽ ഒരു ക്രിയ ചെയ്താല് നമ്മൾ ആ വചനം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് ആ ഒരു ജഡത്തിലേക്ക്, അത് കീറിമുറിക്കുന്നതിലേക്ക് അത് ചെല്ലും എന്നുള്ള ഒരു ഇരുവായ്പലയുള്ള പറയുന്ന നമ്മളുടെ അനുഭവത്തില് ആ ഒരു വാളിന്റെ അനുഭവം നമുക്കുണ്ടെങ്കിൽ
നമ്മൾ മറ്റുള്ളവരെയും ആ വാളിന്റെ അനുഭവത്തിലേക്ക് രണ്ട് വായ്ത്തലയുള്ള ഒരു വാൾ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതായിട്ടുള്ള ഇരുവായ്ത്തലയുള്ള വാളായി. ഏറ്റവും മൂർച്ചയുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ ഓർത്തോപെഡിക് സർജൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, എല്ലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി. ഓപ്പറേഷൻ തിയേറ്റർ ഓർത്തോപെഡിക് സർജൻസിന്റെ വലിയ മൂർച്ചയുള്ള ഇൻസ്ട്രുമെന്റ്സ്, എന്നാൽ അതിനെക്കാട്ടിലും മൂർച്ചയുള്ള ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. അതാണ് നമ്മളോട് വായിക്കുന്ന ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളും വിവേചിക്കുന്നതുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. മലയാളത്തിലെ പരിഭാഷയും അത്ര അങ്ങ് പോരാ. ഇംഗ്ലീഷിലെ പരിഭാഷയും NASB പരിഭാഷ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ഒരു വാക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അവർ പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നു. അതായത് ഈ വാള് piercing as far as the division of soul and spirit. ആ ഡിവിഷൻ എന്നുള്ള വാക്ക് മിരിസ്മാസ് എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചിരിക്കുന്നു. മിരിസ്മാസിന് ഡിവിഷൻ അല്ലെങ്കിൽ പാർട്ടിഷൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പാർട്ടിഷൻ, അതായത് ആത്മാവിനെയും ദേഹിയെയും തിരിക്കുന്ന ഒരു പാർട്ടിഷൻ ഉണ്ട്, ഒരു വേർതിരിവുണ്ട്. എന്തായത് നമ്മളിപ്പോഴും പറയുന്നത്? ജഡമാകുന്ന തിരശ്ശീല. അതായത് അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്നത് എന്താ? ഈ ഒരു തിരശ്ശീലയാണെന്ന് നമ്മളവിടെ പുറപ്പാട് 26-ന്റെ 30-33 വാക്യങ്ങളിലൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മളത് പലപ്പോഴും എടുത്ത് വായിച്ചിട്ടുള്ളതാണ്. അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും നമുക്ക് നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അറിയാമായിരിക്കും. അതായത് അവിടെ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലമാണെങ്കിൽ ഒരു തിരശ്ശീല മാതിരി, ഒരു കർട്ടൻ മാതിരി നമ്മളുടെ അപ്പൊ ഈ രണ്ട് ഡിവിഷൻ, ഇതിനെ രണ്ടിനെയും ഡിവിഷൻ, ആ ഡിവിഷനിലേക്ക് തുളച്ചു ചെല്ലുന്ന ഒരു വാള്, ഇരുവായ്ത്തലുള്ള വാള്. അത് കഴിഞ്ഞിട്ട് പറയാം, as far as the division of soul and spirit, division of both joints and marrows. നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കട്ടിയുള്ളത് ഇനാമലും പിന്നെ നമ്മളുടെ എല്ലുമാണ്. അപ്പൊ നമ്മളുടെ സന്ധിയും മജ്ജയും എന്ന് പറഞ്ഞ ഒരു എല്ലെടുത്താല് അതിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? മജ്ജയുള്ളത്, മാരോ, ബോൺ മാരോ ഉള്ളത്. അതിന്റെ അപ്പുറം ഒരു സന്ധി, ഇപ്പൊ നമ്മളുടെ ഇപ്പൊ എൽബോ ജോയിന്റ് ഇവിടെ സന്ധി ഉണ്ട്, ഈ എല്ലിന്റെ ഉള്ളിൽ മജ്ജയുണ്ട്. ഈ മജ്ജയുടെയും സന്ധിയുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ബോണാ ഉള്ളത്, നമ്മളുടെ എല്ലാം ഉള്ളത്. അപ്പം ഈ ആത്മാവിന്റെയും ദേഹിയുടെയും വേർതിരിക്കുന്ന ജഡമാകുന്ന കട്ടിയുള്ള തിരശ്ശീല, അതിനെക്കുറിച്ച് ഇതേ എബ്രായ ലേഖനത്തിന്റെ തന്നെ 19-20 വാക്യങ്ങളിൽ ജഡമാകുന്ന കട്ടിയുള്ള തിരശ്ശീലയെ കുറിച്ച് നമ്മൾ ജഡമാകുന്ന തിരശ്ശീല നമ്മളവിടെ ഇത് എബ്രായ ലേഖനം പിന്നെയും പറഞ്ഞു വിശദീകരിച്ചുകൊണ്ട് വരുമ്പോൾ പിന്നീട് 10-ാം അധ്യായത്തിൽ ഇതിന്റെ ക്ലൈമാക്സിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ഈ ആത്മാവിന്റെയും ദേഹിയുടെയും വേർതിരിവാകുന്ന ഈ ജഡമാകുന്ന തിരശ്ശീല, ആ ജഡമാകുന്ന തിരശ്ശീല നമ്മളുടെ സന്ധിയുടെയും മജ്ജയുടെ ഇടയിലുള്ള എല്ലുപോലെ വളരെ കട്ടിയുള്ളതായി തിരശ്ശീല. നമ്മുടെ സ്വന്തം ഇഷ്ടം, നമുക്കറിയാം ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം അങ്ങ് സമർപ്പിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കങ്ങ് വയ്യ. അയ്യോ എന്നാലും അങ്ങനെ പറ്റുമോ? അപ്പൊ അതങ്ങ് അന്ന് ആ എല്ലുപോലും ഈ വചനം തുളച്ചു ചെല്ലുമെന്ന് പറയുന്നത്. അതെനിക്ക് പറയാം, ആൻഡ് ഏബിൾ ടു ജഡ്ജ്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും. നമ്മളുടെ ആ ഹൃദയം എന്നുള്ള വാക്ക് അവിടെ ആത്മാവിനെ ദേഹിയും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്കായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. അതായത് നമ്മളുടെ ദേഹിയിലുള്ള പല ചിന്തകളും ഭാവങ്ങളും ഒക്കെ അത് വിവേചിക്കും എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലുള്ള ചിന്തകളും ഭാവങ്ങളും ആണോ, അതോ നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന ദേഹിയിലുള്ള പല ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സ്പിരിച്വൽ ആണോ സോളിഷ് ആണോ എന്നൊക്കെ നമ്മുടെ സാക്രിഫൈസ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. പല കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമായിരിക്കും. മാർത്ത നല്ല കാര്യമല്ലേ ചെയ്തത്, കർത്താവിന്റെയും ശിഷ്യന്മാർക്ക് വേണ്ടി ഒത്തിരി പ്രയത്നം ചെയ്തു എന്ന് അവളുടെ ദേഹിയിലുള്ള ഒരു ശുശ്രൂഷയിലായിരുന്നു. എന്നാൽ മറിയം കർത്താവിന്റെ വാദത്തോട് ചേർന്ന ആത്മാവിലുള്ള ഒരു പ്രവൃത്തി അവിടെ ചെയ്തു എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളും നമുക്ക് നല്ലതെന്ന് പുറമേ തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും, അവിടെ അത് നമ്മുടെ ദേഹിയിൽ നിന്നുള്ള പല കാര്യങ്ങളൊക്കെയാണോ, നമ്മുടെ ജഡത്തിന്റെ പ്രേരണയിൽ നമ്മുടെ ദേഹിയിൽ വരുന്ന പല ചിന്തകളും വിചാരങ്ങളും ഒക്കെയാണോ, അതോ ആത്മാവിൽ നിന്നുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വചനം ഇങ്ങനെ ഈ ജഡത്തിനൊരു ചീന്തൽ വരുമ്പോ, കീറുമുറുക്കൽ വരുമ്പോ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമാവും. അത് കഴിഞ്ഞിട്ട് പറയുക എന്താ അതിന്റെ 11-ാമത്തെ വാക്യം, അവന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടല്ലോ നമുക്ക് കാര്യമുള്ളത്. അതായത് ഈ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ നമുക്ക് ആൾക്കാരെയൊക്കെ മറച്ചു വെക്കാം, പക്ഷെ ദൈവമായിട്ട് നമുക്ക് കാര്യമുള്ളത്. യേശുവിനെ എല്ലാം അറിയാം, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളും വിചാരങ്ങളും.
നമ്മളുടെ സ്വാർത്ഥതയും നമ്മളുടെ നികളവും നമ്മളുടെ സ്വയകേന്ദ്രിതമായിട്ടുള്ള ജീവിതം എല്ലാം കർത്താവിന് അറിയാം. ആ കർത്താവിന്റെ വചനം തന്നെ അത് കീറി മുറിച്ച് നമുക്ക് നമ്മളുടെ ചിന്തകളെ കുറിച്ചും നമ്മുടെ ചില മനോഭാവങ്ങളെ കുറിച്ച് ചില ആൾക്കാരോടുള്ള നമ്മുടെ മനോഭാവം അത് യേശുവിന്റെ മനോഭാവമല്ല. അവിടെ നമുക്കൊരു പുച്ഛമുണ്ട് ചിലരോട്, അല്ലെങ്കിൽ ചിലരോട് നമുക്കൊരു അസൂയയുണ്ട്, അല്ലെങ്കിൽ ചിലരോട് നമുക്കൊരു വൈരാഗ്യമുണ്ട്, ചിലരോട് ചെറിയൊരു അക്ഷമയുണ്ട്, ചിലരോട് ചെറിയൊരു മത്സര മനോഭാവമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില മനോഭാവങ്ങളും ചില ലക്ഷ്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ വചനം നമുക്ക് വെളിച്ചം തരും. കർത്താവിന് മുമ്പാകെ എല്ലാം നഗ്നവും മലർന്നതുമായിട്ടുള്ള കർത്താവിനോടാണ് നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് കർത്താവിനെ ആ വചനം നമുക്കത് ആത്മാവിൽ നിന്നുള്ള ചിന്തയാണോ, നമ്മളുടെ ജഡത്തിൽ നിന്നുള്ള ദേഹിയുടെ ചിന്തകളും വികാരങ്ങളും പദ്ധതികളും ഒക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി തരും. അത് എനിക്ക് പറയുക, ആകെയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നു പോയൊരു മഹാപുരോഹിതനായി, ശരിക്കും പറഞ്ഞാൽ ആകാശം എന്നുള്ള വാക്ക് അവിടെ സ്വർഗം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. പാസ് ഇൻ ടു ദ ഹെവൻസ് എന്നാണ് അവിടെ കേരളത്തിൽ വേണ്ടത്. സ്വർഗത്തിലേക്ക് കടന്നുപോയൊരു എന്നാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പരിഭാഷപ്പെടുത്താൻ. സത്യവ്യവസ്ഥത്തിൽ വേറെ പലയിടങ്ങളിലും നല്ല ട്രാൻസ്ലേഷൻ ഉണ്ട്. എബ്രായ ലേഖനം വളരെ കടുകത്തിയായിട്ടുള്ള ഒരു ലേഖനം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ഇത് ശരി, ആകാശം എന്നുള്ള വാക്കും സ്വർഗവും ആകാശവും സ്വർഗവും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണ്. ശരിയാണ്, കർത്താവ് ആകാശത്തിലൂടെ കടന്നുപോയി മുകളിലേക്ക് പോയി. എന്നാൽ നമ്മൾ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുമ്പോൾ അത് സ്വർഗത്തിലേക്ക് കടന്നുപോയ എന്ന് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ അതിന്റെ അർത്ഥം നമുക്ക് അത് വ്യക്തമാവും. അതായത് കർത്താവ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് കടന്നുപോയി. പാസ് ത്രൂ എന്ന് NASB എഴുതിയിരിക്കുന്ന KJV പാസ് ഇൻ ടു ദ ഹെവൻസ് എന്ന ആ ഒരു ഡയർക്കൊമായി എന്നുള്ള വാക്കിന്, ദയ എന്നുള്ള വാക്കിന് ത്രൂ എന്നും ഇന്നെന്നും വിത്തെന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ഡയർക്കൊമായി എന്നുള്ള വാക്കിന് പാസ് ഇൻ ടു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ ആക്യുറേറ്റ്. അപ്പോൾ അത് KJV ഇത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. NASB പാസ് ത്രൂ എന്ന പാസ് ഇൻ ടു ദ ഹെവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യം വ്യക്തമാവും. കർത്താവ് മഹാപുരോഹിതൻ എങ്ങോട്ടാ പോകുന്നത്? അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും അല്ലേ? മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കലും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന കാര്യമല്ല ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ എബ്രായ ലേഖനത്തിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആകയാൽ ദൈവപുത്രനായ യേശു സ്വർഗത്തിലേക്ക് കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം, നമ്മളുടെ ആ ഒരു കൺഫെഷൻ, കർത്താവ് എന്നെ ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കും, കർത്താവിന്റെ ആ ഒരു വലിയ സ്വസ്ഥതയുടെ വാക്യത്തിൽ നിറവേറ്റുന്നുള്ള വലിയ സ്വീകാര്യം നമുക്ക് മുറുകെ പിടിച്ചുകൊള്ളണം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സാധാരണ കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഇല്ലാതെ, പാപം ഒഴുകി എന്നുള്ളതും തെറ്റായ ട്രാൻസ്ലേഷനാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. കോറസ് എന്ന് പറഞ്ഞൊരു വീക്ക് വാക്കാം, വിത്തൗട്ട് സിൻ, പാപം ഇല്ലാതെ സർവത്തിൽ. അതായത് പാപത്തിലേക്കാണ് കർത്താവും പരീക്ഷിക്കപ്പെട്ടത് എന്ന് പാപം ചെയ്തില്ല. പാപം ഇല്ലാതെ, പാപം ഒഴുകിയല്ല, പാപം ഇല്ലാതെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കർത്താവ് നമ്മളെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. നമ്മള് അസ്വസ്ഥരാവാനുള്ള നമ്മളുടെ പ്രലോഭനങ്ങൾ പോലെ കർത്താവിനും ഉണ്ടായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളും. ഉടനെ കർത്താവ് അസ്വസ്ഥനാകാതെ എപ്പോഴും തന്നെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട്, പിതാവിന്റെ വായിൽ നിന്ന് വന്ന ആ വചനം കൊണ്ട് മാത്രമേ താൻ ജീവിക്കുന്നുള്ളൂ. അതാ കർത്താവ് മത്തായി 4:4 പിശാചിനോട് അഭിഷിക്തനായ ശേഷം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ശേഷം കർത്താവ് തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ആദ്യമായിട്ട് കർത്താവ് പറഞ്ഞ വാക്യം രേഖപ്പെടുത്തുന്നത് എന്താ? മത്തായി 4:4 നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ മനഃപാഠവചനമായിട്ട് പറഞ്ഞു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. പിതാവിന്റെ വാക്കുകൾക്ക് എപ്പോഴും കീഴടങ്ങി, സ്വന്തം ഇഷ്ടത്തിനൊന്നും കീഴടങ്ങാതെ ജീവിച്ച യേശു നമുക്കൊരു രാത്രി പരീക്ഷിക്കപ്പെട്ടു എന്ന പാപമില്ലായിരുന്നു. അവിടുന്ന് വളരെ സ്വസ്ഥതയോടെ ജീവിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ധൈര്യത്തോടെ വരാതെ 16-ാമത്തെ വാക്യത്തിൽ, പഴയ നിയമത്തിലൊക്കെ ഈ കൃപാസനത്തിലേക്ക് മഹാപുരോഹിതൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ഭയത്തോടെ, അയ്യോ നിങ്ങളുടെ ജീവൻ പോയിച്ചാ വന്നേ, ഇനിയിപ്പോ അപ്പന് ഭാര്യ മക്കളെയൊക്കെ കാണാൻ പറ്റുമോ, അവസാനം നോക്കുന്നു ഇവിടെ നിന്ന് കണ്ടു, അന്ന് ഫോട്ടോയൊന്നും ഇല്ലായിരിക്കും അന്ന് അവരൊക്കെ. അതുപോലെ ഇനിയിപ്പോ ഈ മഹാപുരോഹിതൻ അങ്ങ് പോയി, ഇനിയിപ്പം അവിടെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇനിയിപ്പം വല്ല യാഗങ്ങളിൽ വല്ല കുറവുകൾ ഉണ്ടായിട്ട് അവിടെ ദൈവത്തിന്റെ സന്നിധി മരിച്ചു വീഴുമായിരിക്കും. ഇനിയിപ്പം പിന്നെ ഏതാണ്ട് ഈ എന്തിനു പറഞ്ഞേ, ഇങ്ങനെ ഹീൻസിന അതിനെ വലിച്ചെടുക്കാണ്, ശരീരത്തെ വലിച്ചെടുക്കാൻ തക്ക വണ്ണം വല്ല നടുക്കെട്ടിലായിട്ടൊക്കെ വലിച്ചെടുക്കേണ്ട ഗതിയുടെ വലിയ മഹാപുരോഹിതൻ അങ്ങനെ വലിയ ഭയത്തോടെ അവര് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നേ. എന്താ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകും, ഞാൻ ദൈവത്തെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള അവര് വലിയ സന്തോഷത്തോടല്ല, എന്തെങ്കിലും പറ്റുമോ എന്നുള്ള എന്നാൽ ഇന്നും നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു മഹാപുരോഹിതന്, കരുണ കാണിക്കാൻ പറ്റുന്ന ഒരു മഹാപുരോഹിതനെ ഈ സ്വർഗസിംഹാസനത്തെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് ഉള്ളത് കൊണ്ട് നമുക്ക്
കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനുമായ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ശരിക്കും ആ കൃപാസനം എന്നുള്ള വാക്ക് മലയാളത്തില് അവിടെ പഴയ നിയമത്തിലും കൃപാസനം മേഴ്സി സീറ്റ് എന്നുള്ള വാക്ക്, പഴയ നിയമത്തിൽ ആ മേഴ്സി സീറ്റ് എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് കൃപാസനമായിട്ട് ആ കരുണയുടെ ഒരിപ്പിടം, മലയാളത്തിൽ കൃപാസനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പഴയ നിയമത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ശരിക്കും അത് കരുണയുടെ ഇരിപ്പിടം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവിടെ കൃപയൊക്കെ യേശുവിലൂടെ വന്ന് നമ്മള് പുറപ്പാട് പുസ്തകത്തില് അവിടെ കരുണയുടെ ഇരിപ്പിടം എന്നല്ല, കരുണയുടെ ഇരിപ്പിടം എന്ന് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് കൃപ അന്ന് ഇല്ലായിരുന്നു. കൃപാസനം എന്ന് പറയുമ്പോൾ കരുണയുടെ ഇരിപ്പിടം ഉള്ളായിരുന്നു അന്ന് പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത്. ഇന്ന് അത് കൃപാസനമായി ഇരിക്കുന്ന ആ കരുണയുടെ ഇരിപ്പിടം ഒരു കൃപാസനമായിട്ട്, കർത്താവിന്റെ സിംഹാസനമായിട്ട്, ത്രോൺ ഓഫ് ഗ്രേസ് ആയിട്ടായിരിക്കുന്നു. അവിടെ നമുക്ക് ഈ സ്വസ്ഥതയിലേക്ക്, കർത്താവിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാനായിട്ട് ഒക്കും. അതിനായിട്ട് കർത്താവിന്റെ മഹാപുരോഹിതത്തെ കുറിച്ചൊക്കെ നമ്മൾ എബ്രായ ലേഖനത്തിൽ തുടർന്നൊക്കെ വായിച്ചിട്ട് കർത്താവ് നമുക്ക് മുന്നോടിയായിട്ട് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നൊക്കെ ആറാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിൽ മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് മുന്നോടിയായി പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അവിടെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പിന്നെ അതിന്റെ ആ ഇബ്രാഹിം ലേഖനത്തിന്റെ ക്ലൈമാക്സിലോട്ട് വരുന്നത് എവിടാന്ന് ചോദിച്ചാൽ 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിലായി ഈ മഹാപുരോഹിതൻ നമുക്കായിട്ട് ഒരു വഴി ഒരുക്കിയ കാര്യം പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്ന് കർത്താവിന്റെ മഹാപുരോഹിതത്തെ കുറിച്ചും കർത്താവിന്റെ രക്തത്തെക്കുറിച്ചും കർത്താവിന്റെ യാഗത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വലിയ കാര്യങ്ങളൊക്കെ ഇബ്രാഹിം ലേഖനം വളരെ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്ന് ഈ സ്വസ്ഥത നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ, സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞ 4-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങി 10-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ ജീവനിലേക്കുള്ള വഴി, ജീവവൃക്ഷത്തിലേക്കുള്ള വഴി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച അതേ വഴിയാണ് നമ്മളിവിടെ ഇവിടെ വായിക്കുന്നത്. 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ നമ്മൾ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയെന്നും പ്രലോഭനത്തിന്റെ സമയത്തുള്ള പോക്ക് വഴിയെന്നും ശാശ്വത മാർഗമെന്നും ജീവന്റെ പാതയെന്നും ഒക്കെ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പല റെഫറൻസസ് ഒക്കെ നമ്മൾ വായിച്ചു. ആ വഴിയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ജീവനുള്ള പുതുവഴി എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അതാ നമ്മൾ 19-ാമത്തെ വാക്യത്തില് അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം, അവിടെയും ദേഹം എന്നുള്ള വാക്ക് തെറ്റായ ട്രാൻസ്ലേഷൻ ജഡം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച സാക്സ് എന്നുള്ള ഗ്രീക്ക് പദമാണ് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ നിന്നൊരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്, ഈ ദേവാലയത്തിലുള്ള മഹാപുരോഹിതൻ കർത്താവ് മനസ്സിലുള്ളവനാണ്. അവിടുന്ന് നമുക്കൊരു ജീവനുള്ള പുതുവഴി ഒരുക്കിയിട്ടുണ്ട്. തന്റെ ജഡമാകുന്ന തിരശ്ശീലയിലൂടെ കർത്താവിന്റെ ജഡം, സ്വന്തം ഇഷ്ടം കർത്താവ് എപ്പോഴും പിതാവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ ഇഷ്ടമല്ലേ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായി വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:38 കർത്താവ് പറയുന്നതായിട്ട് നമുക്കറിയാം. തന്റെ ജീവിതത്തിൽ ഓരോ സമയത്തും കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവ് എന്ത് ചെയ്തു? സ്വന്തം ഇഷ്ടം ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളും അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ പുതുവഴിയിലൂടെ നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനൊക്കെ അവിടെ ഈ സ്വസ്ഥതയുണ്ട്. കർത്താവ് അങ്ങനെ പ്രവേശിച്ച കാര്യമാണ് ഇബ്രാഹിം ലേഖനത്തിന്റെ ഒരു ക്ലൈമാക്സ്. 19-20 വാക്യങ്ങൾ മാത്രമല്ല, പിന്നീട് ഒരു ക്ലൈമാക്സ് നമ്മൾ കാണുന്ന ഡബിൾ ക്ലൈമാക്സ് എബ്രായർ 12-ന്റെ 1-2 വാക്യങ്ങളിലാണ്. അവിടെ കർത്താവ് വലിയ പഴയ നിയമത്തിൽ ഒത്തിരി വിശ്വാസവീരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവര് വിശ്വാസത്താൽ അത് ചെയ്തു, ഇത് ചെയ്തു, ചെങ്കടലൊക്കെ പിളർന്നു, അവര് വലിയ വലിയ സിംഹങ്ങളുടെ വായടപ്പിച്ചു. എന്നാൽ യേശു കർത്താവ് പാപത്തെ ജയിച്ചു നമുക്കായിട്ട് ദൈവസിംഹാസനത്തിൽ ഇരുന്ന വിശ്വാസത്താല്. അതാ എബ്രായർ 11-ൽ വലിയ വലിയ വിശ്വാസവീരന്മാരുടെ പട്ടികയൊക്കെ പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ വരുമ്പോൾ ഡബിൾ ക്ലൈമാക്സ്, 19-20 വാക്യങ്ങളുടെ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സ് നമ്മളിവിടെ എബ്രായ ലേഖനത്തെ കാണുന്ന ഈ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ വലിയ സാക്ഷിയുടെ വലിയ സമൂഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് 2-ാമത്തെ വാക്യത്തിൽ ഈ ക്രൂസിനെ സഹിച്ച കർത്താവ് ആണ് വിശ്വാസ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവിടെ എന്തുള്ളത്? സ്വസ്ഥതയുടെ വാഗ്ദത്തം. അവിടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പിതാവിന്റെ മാർവിലായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിതാവിന്റെ മാർവോട് ചാരിയിരുന്ന, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ യേശു പിതാവിനെ വെളിപ്പെടുത്തി എന്ന് യോഹന്നാൻ 1:18 നമ്മൾ വായിക്കും. ആ മടിയിലിരിക്കുന്ന എന്നുള്ള വൾപാസ് എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ മാർവിലിരിക്കുന്ന എന്നാണ് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. പിതാവിന്റെ മാർവിലിരിക്കുന്ന പുത്രൻ യേശു പിതാവിനെ വെളിപ്പെടുത്തി. നമുക്ക് ഞാൻ ഈ പറഞ്ഞു വന്നത് എന്തൊക്കെയാ? വലിയ വലിയ കാര്യങ്ങളാണോ? സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മളെ എപ്പോഴും പറഞ്ഞതുപോലെ പൂജ്യമാവുക, അത്രയേ ഉള്ളൂ. സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ
മുമ്പാകെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ അത് വാളുപോലെ ആ, ദൈവത്തിന്റെ വചനം ദൈവം നമ്മളെ അയക്കുമ്പോൾ നമ്മളെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ നമ്മൾ ആ വചനത്തിന് മുമ്പാകെ അങ്ങ് താഴ്ത്തി ഒരു പൂജ്യമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിലൊരു മരണം ഉണ്ടാവും. കർത്താവിന്റെ ഇഷ്ടമൊന്നും വേണ്ട. അപ്പൊ ആ വാള് എന്തുണ്ട്? വാളിന് ജ്വാലയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ജ്വാല നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ വിശുദ്ധ സ്ഥലത്ത് നമ്മുടെ ആത്മാവിലേക്ക് ഈ വാളിന്റെ ജ്വാല വന്ന് നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് എന്ത്? സമാധാനം, സ്വസ്ഥത. നമുക്ക് കർത്താവിന്റെ മാർവോടത്തിൽ ചാരിയുള്ള ഒരു സ്വസ്ഥത. യോഹന്നാന് കർത്താവിന്റെ മാർവോട് ചാരി ഇരുന്ന് യേശുവിന്റെ വാക്കുകൾ കേട്ട് പത്രോസും യോഹന്നാനോടാ പറയുന്നത്, എന്താ ആരാ ഒത്തുകൊടുക്കുന്ന, ആരെ കുറിച്ചാ പറയുന്നതെന്ന് കേട്ട് കർത്താവ് പറയുന്ന ഇത് ചെറിയ വിസ്മറിങ്ങും കേൾക്കാൻ കർത്താവിന്റെ മാർവോട് ചാരിയുള്ള ഒരു സ്വസ്ഥത. ഏത് ഖേദവും തീരും തന്റെ മാർവിൽ ചാരിടുമ്പോൾ എന്നൊക്കെ നമ്മൾ ആ പാട്ടിൽ പാടുന്നതല്ലേ, യേശു അരലു ഉന്നതനാമെന്നുള്ള പാട്ടിൽ പാടുന്നു. അതിന്റെ മാർവോട് ചാരിയുള്ള ഒരു സ്വസ്ഥത. ഒരു കൊച്ചു കുഞ്ഞ് തന്റെ പ്രാണനെ മിണ്ടാതെ താലോലിച്ച് മിണ്ടാതെ ആക്കിയിരിക്കുന്നു. മുലകുടിയെ മാറിയ ഒരു കുഞ്ഞ് കുഞ്ഞിനെ പോലെ തന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതെ ആക്കിയിരിക്കുന്നു എന്നൊക്കെ 131 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ ദാവീദ് പറയുന്നു. മുമ്പാകെ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ അങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പോൾ നമ്മളുടെ ജഡം പതുക്കെ ഓരോ സാഹചര്യങ്ങളിലൂടെ പല വ്യക്തികളെയും പല സാഹചര്യങ്ങളൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ അനുവദിക്കും. അവിടെയൊക്കെ കർത്താവിന്റെ ബലമുള്ള കരവും കണ്ട് അവിടെല്ലാം കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങി നമ്മളുടെ ഈ ജഡം ഒന്ന് മുറിഞ്ഞിട്ട് നമ്മുടെ സ്വയജീവൻ പാറയെ പോലെ വളരെ കട്ടിയുള്ള ഈ സ്വയം അത് ചുറ്റിക പോലെ ആ കർത്താവിന്റെ വചനമെന്ന് യെരമ്യാവ് 29-23 23-29 നമ്മൾ വായിക്കുന്നുണ്ട്. യെരമ്യാവ് 23-29 ആ ചുറ്റിക പോലെയുള്ള അഗ്നിയെപ്പോലുള്ള ആ വചനം നമ്മളുടെ ആ നമ്മളുടെ അഹങ്കാരത്തെയും നമ്മുടെ നികളത്തെയും നമ്മുടെ ആ സെൽഫിനെയൊക്കെ അധികമായിട്ട് തകർക്കുന്നതിനനുസരിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് നിറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ സ്വർഗത്തിന്റെ ആത്മാവ് നമ്മളൊന്ന് നിറയുന്നതിന്റെ ഇക്വലന്റ് അതിന്റെ സമയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സ്വർഗസിംഹാസനത്തിലെ കർത്താവിന്റെ വലതുഭാഗത്തെ കർത്താവിന്റെ മാർബോട് ചാരിയിരിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് അങ്ങനെ ഒരു സ്വസ്ഥത, അങ്ങനെ ഒരു പളുങ്ക് കടലിന്റെ മീതെ ഉള്ളൊരു ജീവിതം. ഏതൊക്കെ സാഹചര്യങ്ങൾ എന്തെല്ലാം വന്നാലും കർത്താവെ ഞാൻ അവിടുത്തെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. എന്റെ മുഖം ഒത്തുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുകയും. കർത്താവിന്റെ മുഖം എന്ന് പറയുന്ന കർത്താവിന്റെ വചനമാണ്. കർത്താവിന്റെ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തെ അവരൊരു മുഖമായിട്ടാണ് കണ്ടേ. പിന്നെ എന്റെ മുഖം, എന്റെ വചനം, അത് നമ്മള് അപ്പോസ്തലപ്രവൃത്തികൾ 15 ആ വാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യായപ്രമാണത്തെ ഒരു മുഖമായിട്ടാണ് കണ്ടേ. കർത്താവ് എന്റെ മുഖം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വചനങ്ങൾ, അതിനെ നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രാണന്, ആത്മാക്കൾക്ക് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന യഥാർത്ഥത്തിൽ പ്രാണന്, നമ്മളുടെ ആത്മാവിൽ നിന്ന് സ്വസ്ഥത നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണനിലും ഒരു സ്വസ്ഥത നമ്മൾ അനുഭവിക്കും. നമ്മുടെ പ്രാണന സ്വസ്ഥത കണ്ടെത്തും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുവാന് ബാക്കി എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും കർത്താവിന്റെ ഒരു സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ആ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഒരു അമ്പയറെ പോലെ ബാക്കി ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആ ഹൃദയത്തിൽ ഒരു സമാധാനം നഷ്ടപ്പെടുമ്പം കർത്താവേ സമാധാനം എന്റെ ജീവിതത്തിൽ ഭരിക്കട്ടെ, വാഴട്ടെ. കൊളോസ്യർ 3:15 നമ്മൾ വായിക്കുമ്പോൾ അതൊരു ബ്രാബുവോ എന്നുള്ളൊരു വാക്കാണ്. ഭരിക്കട്ടെ, വാഴട്ടെ എന്ന് പറയുന്നത്. പിന്നെ അമ്പയർ പോലെ ആകട്ടെ എന്ന് അതിന്റെ അർത്ഥം. അങ്ങനെ റഫറി വിസിലൂറിയ പിന്നെ അടിക്കുന്ന ഗോളൊക്കെ ഫൗളാന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിലെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രയോജനമില്ല. സ്വസ്ഥതയിലേക്ക് വരാൻ തക്കവണ്ണം തിരിച്ച് കർത്താവെ ഞാൻ എവിടെ ഫൗളായി പോയെന്ന് കർത്താവിനോട് ചോദിച്ച് കർത്താവിലേക്ക് നമുക്ക് അടുത്ത് വരാം. കർത്താവ് അവിടുത്തെ സ്വസ്ഥതയിൽ നമ്മൾ നിറയ്ക്കട്ടെ. ആ വചനത്തിന് ആയിട്ട് നമുക്ക് ഇരയായി തീരാം. കർത്താവിന്റെ ആത്മാവ് നമ്മളിലോട്ട് നിറയട്ടെ. വലിയ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, അതിഗുരുശ്വസിന്റെ കർത്താവിന്റെ മാർബോട് ചാരിയിരിക്കുന്ന ഒരു സ്വസ്ഥതയോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുക. എപ്പോഴെങ്കിലും ആ സ്വസ്ഥതയിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സാന്തരപ്പെട്ട് അങ്ങ് തിരിച്ചു വരിക. കർത്താവ് നമുക്ക് ആ സമാധാനം കൊണ്ട് നമ്മുടെ ഓരോരുത്തരും നിറയ്ക്കട്ടെ. കർത്താവിൻ ശാശ്വത വിശ്രാമമേ നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. കർത്താവിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. നമ്മള് ഇപ്രകാരം നാം വളരെ അസ്വസ്ഥരായിട്ട് പല കാര്യങ്ങളിലൊക്കെ നമ്മൾ അസ്വസ്ഥരായിട്ട് ഇരുന്നിരിക്കുക. എന്നാം ഇന്ന് നമ്മൾ കർത്താവിനോട് പറയാൻ പോവുക, കർത്താവെ നിങ്ങളെ ഞാൻ വിശ്രമിക്കും. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം ഏകിക്കൊണ്ട് ആനന്ദം നൽകുന്ന ഭക്തരൻ ശാശ്വത വിശ്രാമം. കർത്താവിന്റെ മറവിലാണ് ആ ഒരു വലിയ വിശ്രമം ഉള്ളത്. നമ്മെ തന്നെ താഴ്ത്തി, ഒരു പൂജ്യമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിലുള്ള ഒരു വിശ്രമത്തോടെ, സമാധാനത്തോടെ, സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയ സമാധാനം എന്നൊക്കെ നമ്മൾ കേട്ടതുപോലെ സഹോദരന്റെ സമാധാനം, ലോകം തരാത്തൊരു സമാധാനം, പർവ്വതവും
കുഞ്ഞുങ്ങളൊക്കെ തലസ്ഥാനത്തുനിന്നൊക്കെ മാറിപ്പോയാലും ഒന്നാമത്തെ സ്ഥാനത്തിലെ കർത്താവിന് ദയ മാറിപ്പോകത്തില്ല. അഗ്നിയിൽ കൂടെ നടന്നാലും അഗ്നിജ്വാല തടത്തില്ല. ഓളങ്ങൾ കവിഞ്ഞു വന്നാലും ഒന്നും വീഴാതെ അവിടുന്ന് സൂക്ഷിക്കും. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒക്കെ ഉണ്ടെങ്കിലൊന്നും അതിലൊന്നും ഇടറിപ്പോകാതെ കർത്താവാണ് എന്റെ സങ്കേതം. നമുക്ക് ഞാൻ കർത്താവിന് പിന്നാലെ ഞാൻ വരുന്നേ ഇല്ല, എന്നെ തന്നെ ഞാൻ മറന്നു എന്റെ പ്രിയത്തിന് പിന്നാലെ ഞാൻ വരുന്നു. നമ്മൾ ആ മെസ്സേജ് ട്രാൻസ്ലേഷൻ, മെസ്സേജ് പാരഫ്രൈസ് Matthew 11:28, മത്തായി 11:20, ഗെറ്റ് അവേ വിത്ത് മീ, ഗെറ്റ് അവേ വിത്ത് മീ, അതാ നമ്മൾ പാടുന്നത്. പിന്നെ തന്നെ മറന്നിരിക്കുന്ന നിന്നോട് പിന്നാലെ ഞാൻ വരുന്നേ. കർത്താവിന്റെ പിന്നാലെ നമ്മള് ബാക്കി പല കാര്യങ്ങളും തിരക്കുകളും എല്ലാം ഉണ്ട്. ഇതിനിടയിലും ആത്മാവില് ഗെറ്റ് അവേ വിത്ത് ദ ലോർഡ്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. സങ്കീർത്തനം 46:10 വായിക്കുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊണ്ട്. ഏതൊരു സമയത്തും നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി മിണ്ടാതിരുന്ന് നമ്മുടെ ജഡം മിണ്ടാതിരിക്കട്ടെ. ആത്മാവിൽ നിന്ന് ഉള്ള ഒരു പ്രവർത്തനം മതി. അതുവരെ ജഡം ശാന്തമായിട്ടിരിക്കട്ടെ. ജഡത്തിന്റെ എല്ലാ അതുപ്പെല്ലാം അങ്ങ് അടങ്ങി അത് ശാന്തതയിലേക്ക് വരട്ടെ. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാല് ഫ്രഷായിട്ട് നിറയപ്പെട്ടുകൊണ്ട് നമ്മെ തന്നെ പ്രധാനമായിട്ട് സമ്പൂർണ്ണമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് ഇനി മുതലുള്ള എന്റെ ജീവിതത്തില് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വസ്ഥത. ശരിയാണ്, ബാക്കി പലരെയും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം. എന്നാൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള അധികമായിട്ടൊരു സ്വസ്ഥത, യേശുവിൽ നിന്നുള്ളൊരു സ്വസ്ഥത, യേശു ജീവിച്ചതുപോലെയുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു സ്വസ്ഥത എനിക്കത് വേണം കർത്താവേ. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിന്റെ മാർഗം ചാരി നമുക്ക് പാടാം. ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. അധ്വാനിക്കുന്നോർക്കും ഭാരം ചുമപ്പോർക്കും, അധ്വാനിക്കുന്നോർക്കും ഭാരം ചുമപ്പോർക്കും ആശ്വാസമേകിക്കൊണ്ടാനന്ദം നൽകുന്ന, ആശ്വാസമേകിക്കൊണ്ടാനന്ദം നൽകുന്ന ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. പർവ്വതം മാറിയും കുന്നുകളും തൽസ്ഥാനത്തിൽ നിന്നും നീങ്ങിയാലും, നീങ്ങുകില്ലാതെയ എന്നിൽ നിന്നൊട്ടുമേ, നീങ്ങുകില്ലാതെയ എന്നിൽ നിന്നൊട്ടുമേ ദിവ്യ സമാധാനം തന്നെന്നും സൂക്ഷിക്കും. ദിവ്യ സമാധാനം തന്നെന്നും സൂക്ഷിക്കും. ഭക്തരിൽ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. അഗ്നിയിൽ കൂടെ നടന്നിടിലും അഗ്നിജ്വാലയിന്മേൽ തീണ്ടുകില്ല. കൂടങ്ങളിന്മേൽ കവിഞ്ഞു വന്നിടിലും, കൂടങ്ങളിന്മേൽ കവിഞ്ഞു വന്നിടിലും വീഴാതെ താഴാതെ സൂക്ഷിക്കും നീ എന്നെ. വീഴാതെ താഴാതെ സൂക്ഷിക്കും നീ എന്നെ. ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. കഷ്ടത പട്ടിണി നഗ്നതയോ ആപത്തു വാളോ വന്നിടുകയും ഭീതിയില്ലാതെയും നീ എന്നെ സങ്കേതം. ഭീതിയില്ലാതെയും നീ എന്നെ സങ്കേതം. നിന്നിൽ ഞാൻ നിത്യമാം വിശ്രമം കണ്ടെത്തി. നിന്നിൽ ഞാൻ നിത്യമാം വിശ്രമം കണ്ടെത്തി. ഭക്തരിൻ ശാശ്വത
വിശ്രാമമേ. നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. എന്നെ തന്നെ മറന്നിൻ പ്രിയനേ, നിന്നോട് പിന്നാലെ ഞാൻ വരുന്നേ. എൻ പ്രിയ നിന്നോട് പ്രേമമതോർക്കുമ്പോൾ, എൻ പ്രിയ നിന്നോട് പ്രേമമതോർക്കുമ്പോൾ, ഒന്നുമെനിക്കിനി ലോകത്തിൽ വേണ്ടയേ, ഒന്നുമെനിക്കിനി ലോകത്തിൽ വേണ്ടയേ. ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ലോകമതിനന്ത്യം എത്തിയിടുന്നേ, ലോകഗതികളും മാറിയിടുന്നേ. കാന്തയാകും സഭ കണ്ണുയർത്തിനി, കാന്തയാകും സഭ കണ്ണുയർത്തിനി. ആഗമനം കാത്തി കാവലായി നിൽക്കുന്ന, ആഗമനം കാത്തി കാവലായി നിൽക്കുന്ന ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഞാൻ നിത്യവും വിശ്രമിക്കും. പുതിയ സമർപ്പണത്തോടെ മുമ്പാകെ നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അവിടെ തിരുവചനം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഇന്ന് നീ എന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നീ കഠിനപ്പെടുത്തരുതെന്ന് പറഞ്ഞല്ലോ. അതെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം അത് കഠിനപ്പെട്ടു പോകാനല്ല കർത്താവേ, ആ ജഡമാകുന്ന തിരിച്ചിൽ വീണ്ടും അത് കട്ടിപ്രാപിക്കാനല്ല, മറിച്ച് കർത്താവേ, ആ ഹൃദയം നുറുങ്ങപ്പെടണം. ആ ഹൃദയത്തെ കവർ ചെയ്യുന്ന, ഹൃദയത്തെ മൂടിയിരിക്കുന്ന ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെട്ട് ആ ഹൃദയം നുറുക്കമുള്ളവരാകുമ്പോൾ അവിടെ ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുമല്ലോ. ആ ജഡം കർത്താവ് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം ചീന്തപ്പെടുവാനൊക്കെ വണ്ണം ആ വചനമാകുന്ന വാളിന്റെ ജ്വാലത്തിൽ ഞങ്ങൾ കീഴടങ്ങി തരുന്നു. അവിടുത്തെ വചനം പോലെ ഞങ്ങളെല്ലാവട്ടെ എന്ന് ക്രിസ്തുവിനമ്മയായ മറിയം പ്രാർത്ഥിച്ചു. അതെ കർത്താവേ, ആ വചനത്തിന്റെ ജ്വാല ഞങ്ങളുടെ ആത്മാവിലേക്ക് വന്നിറങ്ങി മറിയത്തില് എങ്ങനെ യേശുവിനെ ഒഴിവാക്കിയോ, യേശുവിന്റെ ഭൗതിക ശരീരം ഒഴിവാക്കിയോ, അതുപോലെ ഞങ്ങളിൽ യേശുവിന്റെ ആത്മീക ശരീരം ഒഴിവാക്കുവാൻ തക്കവണ്ണം, ആ വചനം ജഡമായി തീരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ആത്മാവിന്റെ പ്രൊഫഷണമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. വലിയ സ്വസ്ഥതയോടെ അവിടുത്തെ മാർബിൾ ചാരി, അങ്ങ് പിതാവിന്റെ മാർബിൾ ചാരി ഈ ഭൂമിയിൽ ജീവിച്ചല്ലോ. പിതാവിനെ അങ്ങനെ കൊടുത്തു കൊടുത്തല്ലോ. അവിടുത്തെ നോട്ടത്തിലും ഭാവത്തിലും എല്ലാത്തിലും കർത്താവേ, അവിടുത്തെ വാക്കുകളിലും പ്രവർത്തികളിലും എല്ലാം സമ്പൂർണ്ണമായിട്ടും എന്നെ കണ്ടവൻ എന്റെ പിതാവിനെയും കണ്ടിരിക്കുമെന്ന് പറയാൻ തക്കവണ്ണം പിതാവിനെ ബലപ്പെടുത്തിയ ആ സ്വസ്ഥതയുള്ള ജീവിതം. അത് കർത്താവേ, അവിടുന്ന് ഏറ്റവും ബിസിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചവനാണ് കർത്താവേ. ഏറ്റവും തിരക്കുണ്ടായിരുന്നു ഓരോ ദിവസങ്ങളൊക്കെ എന്തെല്ലാം കർത്താവ് ശിഷ്യന്മാരുമായിട്ട് വിശ്രമിക്കാൻ പോകുന്ന ആ സമയത്തോടെയും കർത്താവേ, ആ ആൾക്കാർ വന്ന് വീണ്ടും അവര് ആവശ്യത്തോടെ വന്നത് വീണ്ടും അവരോട് സംസാരിക്കുകയും കർത്താവേ, ആ യോഹന്നാൻ സ്നാപകന്റെ ദുഃഖവാർത്ത കേട്ട് ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട്ട് പോകുന്ന വേളയിലും കർത്താവേ പുരുഷാരം തേടി വന്നു. അവരോട് കർത്താവേ അവിടുന്ന് അതുപോലും വൈകുവോളം സംസാരിച്ചു. പിന്നെ ശിഷ്യന്മാരെയൊക്കെ അക്കരയ്ക്ക് പറഞ്ഞയച്ച് കർത്താവേ ആ മലയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോഴും കർത്താവേ, അവിടുത്തെ അസ്വസ്ഥതയ്ക്ക് ഒരു വിളക്കം കെട്ടുവാന് ഒരു ചെറിയ ചാഞ്ചല്യം പൊതുവെപ്പന് പോലും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഇപ്പോഴും അവിടുത്തെ ഹൃദയം ഇപ്പോഴും സ്വസ്ഥമാണ്. എത്ര വലിയൊരു മഹാത്ഭുതമാണ് കർത്താവേ. അവിടുന്ന് ലാസ്ലസിനെ 4 നാൾ ഉയർത്തിയേൽപ്പിക്കുന്നതും ഒരു അത്ഭുതമാണല്ലോ കർത്താവേ. ഞങ്ങളെപ്പോലുള്ളൊരു ജഡത്തിൽ, ഞങ്ങളുടെ ഇതുപോലുള്ള ഒരു പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നിട്ട് കർത്താവേ, ലൈറ്റ്നസ് ഓഫ് സിംപ്ലി ഫ്ലഷ് കർത്താവേ, ആ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ ഞങ്ങൾ അങ്ങനെ വന്നിട്ടും കർത്താവേ ഒരു അസ്വസ്ഥതയില്ലാതെ ഒരു കർത്താവേ അസ്വസ്ഥതയുള്ള ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ഈ ഭൂമിയെ ജീവിച്ചു എന്ന് പറയുമ്പോൾ കർത്താവേ, അത് എത്ര വലിയ മഹാത്ഭുതമാണ്. ഓ കർത്താവേ, ഞങ്ങളുടെ ആ മഹാത്ഭുതം ചെയ്യണം. അങ്ങ് സ്വസ്ഥനായിരുന്നതുപോലെ
അതെ കർത്താവ്, ഞങ്ങൾക്കും ഇപ്പോഴും അസ്വസ്ഥതയിൽ സ്വന്തം പ്രവർത്തികളിൽ നിന്ന്, തന്റെ തന്നെ പ്രവർത്തികളിൽ നിന്ന്, പ്രിയത്തിന്റെ പ്രവർത്തികളിൽ നിന്നൊക്കെ വിരമിച്ച് കർത്താവ്, അതിൽ നിന്നൊക്കെ ഞങ്ങൾ റിട്ടയർമെന്റ് എടുക്കട്ടെ കർത്താവ്. അതിൽ നിന്നൊക്കെ വിരമിച്ച് ഞങ്ങള് കർത്താവ് അങ്ങയുടെ അങ്ങയുടെ പ്രവർത്തികൾ ഞങ്ങളുടെ കുലത്തിലുണ്ടാക്കുവാനും അത് വിശുദ്ധത്തിലേക്ക് അവിടുത്തെ മറുപടി ചാരി അങ്ങ് ഞങ്ങളിൽ ജീവിച്ച് അവിടുത്തെ പ്രവർത്തികൾ ചെയ്യുന്നേ ഞങ്ങളായിട്ട് പല കാര്യങ്ങൾ ചെയ്ത് കർത്താവ് അസ്വസ്ഥരായി തീരുവാനിടവരുന്നത് പ്രാർത്ഥിക്കും. ഞങ്ങളെ കാണുന്നവർക്ക് ആ സമാധാനം നിറഞ്ഞു കഴിഞ്ഞ് കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളെ പോകുന്ന സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ ആ സമാധാനം പകർന്നു കൊടുക്കാനും ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ യോജന പുത്രന്മാരായിട്ടും പുത്രിമാരുമായിട്ടൊക്കെ വിളിക്കപ്പെടുവല്ലോ. അങ്ങനെ മറ്റനേകർക്ക് ഈ സ്വസ്ഥതയും സമാധാനം പകർന്നു കൊടുക്കുന്നവരായിട്ട് ഞങ്ങളെ തീർക്കണം, സഹായിക്കണം. അവിടുന്ന് നാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങൾ കുറയുന്ന അവിടുന്ന് വളരണ എല്ലാ ഈശ്വരത്തായ വിലയേറിയ മാതൃകയുള്ള നാമത്തിൽ. ആമേൻ.